പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ 98ാമത് മഹാസമാധി ദിനത്തോടനുബന്ധിച്ചുള്ള ഉപവാസ പ്രാർത്ഥനയിലാണ് നാം എല്ലാം. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ മനോജ് മാവുങ്കൽ അവர்களാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദർശന സംഗമത്തിൽ നമുക്കെല്ലാം വേണ്ടി നല്ല ഒരു ക്ലാസ് എടുക്കുകയും നല്ല ഒരു കേരളത്തിൽ നിന്നറിയപ്പെടുന്ന ഗുരുദേവ ധർമ്മങ്ങളും അല്ലെങ്കിൽ ഗുരുദേവ ദർശനം എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരാളായ ശ്രീ മനോജ് മാവുങ്കൽ അവர்களാണ് ഇന്ന് നമ്മളുടെ ശാഖായോഗത്തിൽ ഈ പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ ആദരപൂർവ്വം സ്നേഹാദരവുകളോടെ അദ്ദേഹത്തെ നമ്മുടെ ഈ ശാഖായോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുരുചരണങ്ങളിൽ പ്രണാമം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഒരിക്കൽ കൂടി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 26ാമത്തെ നമ്പർ ശാഖയിൽ മറിയപ്പള്ളിയിൽ ഞാനെത്തിയിരിക്കുകയാണ്. മാസങ്ങൾക്കപ്പുറത്ത് ഇവിടെ ഒരു ദർശന സംഗമത്തിൽ പങ്കെടുക്കുവാൻ വന്നിട്ട് അധിക നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരിക്കൽ കൂടി ക്ഷണിച്ചപ്പോൾ ഞാനൊരു മടിയാണ് പറഞ്ഞത്. എങ്കിലും നിങ്ങളുടെ മുൻപായ ഒരിക്കൽ കൂടി വരണമെന്നുള്ള ഗുരുദേവ നിയോഗം അത് കൃത്യമായിരുന്നു. അതുകൊണ്ട് മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് നിങ്ങളുടെ മുൻപാകെ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മനോഹരമായ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. അതിനിടയിലാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നത്. കാരണം ഇനി ഒരു 4 എണ്ണം കൂടി എനിക്കുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് തുടക്കം. അത് കഴിഞ്ഞാൽ പിന്നെ കൂരോപ്പടയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചേർത്തല മറ്റവന എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനുശേഷം സന്ധ്യ കഴിഞ്ഞിട്ട് 6:30 വീണ്ടും കുമരകത്തേക്ക് വരണം. അങ്ങനെ വളരെ തിരക്കേറിയ ഒരു ദിനത്തിലാണ്. ആ ദിനത്തിലാണ് നിങ്ങളുടെ മുൻപാകെ ഞാനിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദർശന സംഗമത്തിലൊരു വിഷയമുണ്ടായിരുന്നു. മതം പഠിപ്പിച്ച ദൈവവും ഗുരു പഠിപ്പിച്ച ദൈവവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു അന്ന് ആ ക്ലാസ്, ആ പ്രഭാഷണം നടന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പ്രഭാഷണം നടത്തിക്കഴിഞ്ഞാൽ വളരെ താമസിയാതെ വീണ്ടും അവിടേക്ക് വരുമ്പോൾ ഒരു ടെൻഷനാണ്. കാരണം എന്താണെന്നറിയാമോ, ഒരിക്കലും അന്ന് പറഞ്ഞത് തന്നെ വീണ്ടും പറയാനും പാടില്ല. അന്ന് ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ അന്നത് കേട്ടിട്ടുള്ള പ്രേക്ഷകരിൽ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഒന്ന് കൈവക്കാം. വലിയ കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ അല്ലേ? വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് ആശ്വാസം. അറിയാതെയൊക്കെ ചിലപ്പോൾ വന്നു പോവുകയും അത് തന്നെയല്ല അന്ന് കേട്ടിട്ടുള്ള പലർക്കും പിന്നീട് കേൾക്കണമെന്നൊക്കെ ഉണ്ടാവും. ഏതായാലും അതിൻ്റെ ഒരു ആവർത്തനമായിരിക്കത്തില്ല നമുക്ക് ഇന്ന്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. ഇരിക്കുന്ന സ്ഥലം ഗുരുക്ഷേത്ര സന്നിധിയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇരിക്കുന്നത് ഗുരുവിൻ്റെ ശരീരത്തിലാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? ഗുരുവിൻ്റെ വപുസ്സിലാണ് ഇരിക്കുന്നത്. അതെന്താ കാരണം? ഞാനങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഭാരതീയ ധർമ്മശാസ്ത്രമനുസരിച്ച് ക്ഷേത്രത്തെക്കുറിച്ചൊരു സങ്കല്പമുണ്ട്. എന്താണ് ക്ഷേത്രമെന്ന് ചോദിച്ചാൽ, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്നാണ് ഭഗവാൻ അർജുനന് കൊടുത്ത ഉപദേശം. അല്ലയോ അർജുന, ഈ ക്ഷേത്രമെന്ന് പറയുന്നത് എൻ്റെ ശരീരം തന്നെയാണ്. അതാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അപ്പോൾ ഭഗവാന്റെ ശരീരമാണ് ക്ഷേത്രം. അതിനൊരു സ്കെച്ചുണ്ട്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഭാരതത്തിൻ്റെ ശാസ്ത്രമനുസരിച്ച്, ധർമ്മശാസ്ത്രമനുസരിച്ച് ഏതൊരു ക്ഷേത്രത്തിനും ഒരൊറ്റ സ്കെച്ച് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ രൂപരേഖ മാത്രമേ ഉള്ളൂ. ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം ദദ സുഖാസനം ഗളച്ചൈവ ബാഹുച്ചൈവേദി മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാത് പ്രാകാരം ജാനുജംഘയോ ഗോപുരം ദേവപാദ സ്യാത് എത്രേവം ലക്ഷണം ശുഭം എന്നാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ രൂപം ഇവിടെ വരച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഗർഭഗൃഹം ശിരപ്രോക്തം. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ ഉൾഭാഗം, അതായത്
ഗുരുദേവനെ പ്രതിഷ്ഠിച്ചു വച്ചിട്ടുള്ള ഗുരുവിൻ്റെ ചൈതന്യധന്യമായ വിഗ്രഹമിരിക്കുന്ന ഈ ഉൾവശം എന്താകുന്നു? ഗർഭഗൃഹമാണ്. അത് ദേവശരീരത്തിലെ ശിരസ്സാണ് എന്നർത്ഥം. അതാണ് ഗർഭഗൃഹം ശിരപ്രോക്തം. അന്തരാളം മുഖം ദദ. കുരുക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള ആ പ്രദേശം മുഴുവൻ എന്താകുന്നു? അന്തരാളമാണ്. അത് മുഖം ദദ, മുഖമാണ്. സുഖാസനം ഗളച്ചൈവ. സുഖാസനം എന്ന് പറയുന്നത് ആ പുറത്തേക്ക് ഇറങ്ങുന്ന ഘനദ്വാരം അഥവാ കട്ടളപ്പടി ആണ്. അത് സുഖാസനം, അത് ഗളവാണ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കഴുത്തിലെ കണ്ഠതാളമാണ്. അതാണ് ഗള ചെയ്വ. ബാഹുച്ചൈവേദി മണ്ഡപം. ഭഗവാന്റെ ശരീരത്തിലെ ബാഹുക്കളാണ് ഇതിന് ചുറ്റുമുള്ള മണ്ഡപങ്ങളെല്ലാം. അതാണ് ബാഹുച്ചൈവേദി മണ്ഡപം. മഹാമണ്ഡപം കുക്ഷി. ക്ഷേത്രത്തിന് മുൻവശം സാധാരണഗതിയിൽ നമസ്കാര മണ്ഡപം ഉണ്ടാവും. ഈ കാണുന്നത് അതെന്താവുന്നു? അത് മഹാമണ്ഡപം കുക്ഷി, ദേവശരീരത്തിലെ കുക്ഷിയാണ്. മഹാമണ്ഡപം കുക്ഷിസ്യ. പ്രാകാരം ജാനുജംഘയോ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം മുഴുവനും ഭഗവത് ശരീരത്തിലെ ജാനുജംഘകളാണ്. ജാനു എന്ന് പറഞ്ഞാൽ കാൽമുട്ട്, ജംഘ തുടകൾ, കണങ്കാലുകളും തുടകളുമാണ് ഈ ബാക്കിയുള്ള പ്രദേശം മുഴുവനും. ഗോപുരം ദേവപാദസ്യാത്. ഗോപുരം എന്ന് പറയുന്നത് ദേവശരീരത്തിലെ പാദമാണ് എന്നർത്ഥം. അപ്പം മലർന്നു കിടക്കുന്ന ഒരു ഈശ്വര രൂപമാണ് ക്ഷേത്രത്തിൻ്റെ സന്നിധി എന്ന് കരുതുക. ഭഗവാൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതാണ് രൂപം. ഗോപുരമാകുന്ന ദേവപാദത്തിൽ വന്ന് നമസ്കരിച്ച് ചെരുപ്പ് നമ്മളവിടെ ഊരി അകത്തേക്ക് കയറുന്നത് കണങ്കാലിലൂടെ, തുടകളിലൂടെ, മഹാമണ്ഡപമാകുന്ന വയറിലൂടെ ശിരസ് കണ്ട് അകത്ത് എന്താകുന്നു? നമ്മൾ തൊഴുകയാണ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര ദർശനം. അപ്പം ക്ഷേത്ര സന്നിധിയിൽ നിങ്ങളിരിക്കുന്ന സമയം മുഴുവനും നിങ്ങൾ ആരാണ്? ഭക്തനും ഭഗവാനും ഒന്നാകുകയാണ്. ഒരാളിൻ്റെ ശരീരത്തിലേക്ക് വേറൊരാളുടെ ശരീരം ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ശരീരവും ഒന്നാകുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ കുരുക്ഷേത്രത്തിലെ ഈ ശരീരത്തിൽ വന്ന് നിങ്ങൾ ഇരിക്കുന്നതോടുകൂടി, ഈ പ്രദേശത്ത് വന്നിരിക്കുന്നതോടുകൂടി നിങ്ങൾ ഗുരുവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരായി? സാധാരണഗതിയിൽ ഭക്തരായി മാറി മനുഷ്യരായി മാറുന്നു. ഇതിനകത്തിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആരാവുന്നു? ഈശ്വര ചൈതന്യത്തിന് അടിപ്പെട്ട് അതിൽ വിലയം ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അതാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ഫലം. നമ്മളിത് വീട്ടിൽ വെച്ച് പൂജിച്ചാൽ ഈ ഫലം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഈ ഫലം ഉണ്ടാവില്ല. കാരണം വീടൊരിക്കലും ഒരു ക്ഷേത്രമല്ല. ക്ഷേത്രത്തിൻ്റെ സന്നിധിയും ക്ഷേത്ര സങ്കേതവും മാത്രമാണ് ഈ ലക്ഷണത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനം എന്നത് ഭാരതീയർ കൃത്യമായിട്ട് അവലംബിച്ചത്. ശ്രീനാരായണ ഗുരുദേവനും ഈ കാണായ ക്ഷേത്രങ്ങൾ മുഴുവൻ സ്ഥാപിച്ച് പ്രതിഷ്ഠകൾ നിർവഹിച്ച് ജനങ്ങളെ മുഴുവൻ അങ്ങോട്ട് വരുത്തിയത് ഈ പോസിറ്റീവ് എനർജി അവർക്ക് ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അതിനുവേണ്ടിയായിരുന്നു ക്ഷേത്രങ്ങൾ. സർവേക്കല്ലുകൾ പോലെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിട്ട് എന്ത് കാര്യം എന്ന് വാഗ്ഭടാനന്ദൻ ഗുരുദേവനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്, കളിയാക്കി. ഇങ്ങനെ സർവേക്കല്ലുകൾ പോലെ. അപ്പോൾ വാഗ്ഭടനോട് ചിരിച്ചുകൊണ്ട് ഗുരു പറയുന്ന ഒന്ന് മാത്രമാണ്, സർവേക്കല്ലുകൾ അളവറിയുന്നതിനല്ലയോ? ഒരു ചോദ്യം. വാഗ്ഭടൻ കുറച്ചു നേരം ഇങ്ങനെ വട്ടം ചുറ്റി നിന്നു. എന്നിട്ട് അതിൻ്റെ ഉത്തരം മനസ്സിലായപ്പോൾ ഗുരുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചു വീണു. അളവറിയുന്നതിനല്ലയോ? ശരിയാണ്. സർവേക്കല്ല് എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിക്കുന്ന സാധനമാണ് സർവേക്കല്ലുകൾ എന്ന് പറയുന്നത്. എന്തിനാണ് സർവേയുടെ ഇത്രയും പ്രദേശം ഞങ്ങൾ സർവേ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുന്ന കല്ലുകൾ. അതുപോലെ ക്ഷേത്രങ്ങളിങ്ങനെ സ്ഥാപിച്ചു പോകുന്ന ഗുരുദേവനെ പരിഹസിക്കുകയാണ് വാഗ്ഭടാനന്ദൻ ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ഗുരു തിരിച്ചു വെച്ചത് എന്താവുന്നു? അളവറിയുന്നതിനാണ് സർവേക്കല്ല്. ഏതളവ്? ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള, പ്രകൃതി ശക്തിയും മനുഷ്യനും തമ്മിലുള്ള അളവറിയുന്നതിനാണ് ക്ഷേത്രങ്ങൾ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നത്. ആ അളവിനകത്ത് വരണം ഭക്തൻ. അളവിനകത്തേക്ക് വരുമ്പോഴാണ് ഭക്തനാകുന്നത്. അതിന് പുറത്ത് എന്ത് പറഞ്ഞാലും എന്താകും? ഭക്തനല്ല. അതിന് പുറത്ത് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ആരാണ്? ഭക്തനാകുന്നു, അല്ലേ? ഇന്നലെ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഭഗവത്ഗീത ഉരുവിട്ടു. അപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞു, മുഖ്യമന്ത്രിയെക്കാളും വലിയ ഒരു ഭക്തൻ ഈ ലോകത്ത് വേറെയില്ലെന്ന്. ലോകത്തിൽ വായിച്ചില്ലേ? പിണറായി വിജയൻ നല്ലൊരു ഭക്തനാണ്, അതിനപ്പുറത്തൊരു ഭക്തൻ വേറെ ഇല്ലെന്ന് പ്രഖ്യാപിച്ചു. എന്താ കാരണം? അയ്യപ്പ സന്നിധിയിൽ അങ്ങ് അകത്ത് കയറി, ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ കൊണ്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ആരായി മാറുകയാണ്? കമ്മ്യൂണിസം ഒക്കെ ഇങ്ങനെ മാറി. പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് മാറി. അതിനകത്തേക്ക് പിന്നെ ആരാണ്? ഭക്തനായി മാറിയപ്പോൾ എഴുതി വായിച്ച പ്രസംഗമാണെങ്കിലും ഭഗവത്ഗീതയാണ് ഉരുവിട്ടത്. അല്ലാതെ കാറൽ മാർക്സിൻ്റെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂലെന്ന് പറഞ്ഞോളൂ.
പറയാൻ ഒത്തില്ല, പറയാൻ സാധിക്കില്ല. കാരണം എന്താ? അത് ആ വളയത്തിനകത്തേക്ക് കടന്നു ചെന്ന് പോയി, ആ ആകർഷണ പരിധിയുടെ അകത്തേക്ക് കടന്നു ചെന്ന് പോയി. അതിൻ്റെ പുറത്ത് കിടന്ന് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ആകർഷണ പരിധിയുടെ അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആരാകുകയാണ്? ഈശ്വര സന്നിധിയിലേക്ക് കടന്നു ചെന്ന് പോയി. പിന്നെ മുഴുവൻ തീരുമാനിക്കുന്നത് ആരാണ്? ആ ചൈതന്യമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ചൈതന്യത്തിനകത്തേക്കാണ് മറിയപ്പള്ളിയിലെ ഓരോ അംഗങ്ങളും വന്ന് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നാവിൻ മുമ്പിലേക്ക് യാതൊരു കുഴപ്പമില്ലാതെ അക്ഷരസ്ഫുടതയോടുകൂടി അക്ഷരത്തിലൊരു തെറ്റുപോലും പറ്റാതെ ഇപ്പോൾ ഇത്ര നേരം ചൊല്ലിയത് ഭദ്രകാളി അഷ്ടകമായിരുന്നു അല്ലേ? ഭദ്രകാളി അഷ്ടകം നിർത്തിയിട്ടാണ് ഞാനിപ്പോൾ പ്രസംഗം തുടങ്ങുന്നത്. അപ്പോൾ എന്താ കാരണം? നിങ്ങൾ സമർപ്പിച്ചോടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്നിധിയിൽ വന്നിരിക്കുകയാണ്. ഏത് ദിനത്തിൽ? മഹാസമാധി ദിനാചരണത്തിൽ. എന്താണ് മഹാസമാധി എന്ന് പറയുമ്പോൾ? സമാധിയും മഹാസമാധിയും ഉണ്ട്. സമാധി എന്ന് പറയുന്നത് എന്താകുന്നു? ഒരു മനുഷ്യൻ ഈശ്വരനുമായിട്ട് സമബുദ്ധിയോടുകൂടി ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതാണ് സമാധി. മഹാസമാധി എന്ന് പറയുന്നത് പരമമായ ആ പദത്തിലേക്ക് ലയിച്ചു ചേരുന്നതിന് മുമ്പ് സ്വശരീരം പ്രാപഞ്ചികമായ ആ ശരീരം വെടിയുന്നതാണിത് മഹാസമാധി. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ എന്തെഴുതിയത്? സമാധി ഗീതം എഴുതിയത്. നമ്മളൊന്ന് ആലോചിക്കണം. ഈ പറയുന്ന നേതാക്കന്മാരെക്കാളും യുക്തിവാദിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനോളം വിപ്ലവം അതിന് ശേഷവും അതിന് മുൻപോ അതിന് പിൻപോ മറ്റൊരാൾക്കുമില്ലായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെന്ന് പറഞ്ഞ ധിക്കാരിയായിരുന്നു ആര്? സഹോദരൻ അയ്യപ്പൻ. ആ സഹോദരനാണ് ഗുരുവിന് ഈ ഒരു അവസ്ഥ കണ്ട് ഇങ്ങനെ എഴുതിയ ഗുരുവിൻ്റെ ആ എന്താകുന്നു ആ സമാധി ഗീതൻ്റെ ചൂണ്ട് എന്താ പറഞ്ഞത്? ജരാ രുജ മൃതി ഭയമഴ ശുദ്ധ യശോനിർവാണത്തെ അടഞ്ഞ സദ്ഗുരു. ശുദ്ധ യശോനിർവാണത്തെ അടഞ്ഞ സദ്ഗുരു എന്ന് മാത്രം അർത്ഥമാക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ 2-3 കിടപ്പുണ്ട്. ആ 2-3 കൂടി വായിച്ചെങ്കിലേ ഈ അർത്ഥത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ്? ജര രുജ മൃതി ഭയം. ഇത്രയും 3-4 വാക്കുകൾ ഇട്ടിട്ടുണ്ട്. ജര എന്ന് പറഞ്ഞാൽ എന്താകുന്നു? വാർദ്ധക്യമാണ്. രുച രോഗമാണ് അല്ലേ? മൃതി എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഈ കൺമുമ്പിൽ നമ്മൾ കാണുന്നതെല്ലാം നശിച്ചു പോകും, നശിക്കണം. അതാണ് പ്രകൃതി നിയമം. കാണാത്തത് ഇവിടെ നിലനിൽക്കും. ആ കാണാത്ത സത്യമാണ്. ആ സത്യദർശനത്തെ തേടിയാണ് ഭാരതീയ ഋഷിവര്യന്മാർ എന്ത് ചെയ്തത്? അതിനെ തേടി അലഞ്ഞ് അവസാനം അതിനെ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ ആൾക്കാരാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള മഹാസന്യാസിവര്യന്മാർ. അപ്പോൾ ഇവിടെ എന്താകുന്നു? വാർദ്ധക്യം എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്, രോഗം എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്, മരണം എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ജനിച്ച എല്ലാവർക്കും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവന് ഇത് 3 അതല്ല ആ വാക്കിൻ്റെ അർത്ഥം. ജര രുച മൃതി ഭയം. ആരോടും ഭയമില്ലാതെ, അതൊക്കെ ഇല്ലാതെ, അതൊക്കെ ഇഴാതെ എന്ന് പറയുന്നത് സ്പർശനം പോലും ഇല്ലാതെ അങ്ങ് എവിടെ കയറിയിരുന്നു? യശസ്സാകുന്ന നിർവ്വാണ പദത്തിലേക്ക് കയറിയിരുന്ന ദിനമാണിന്ന്. അപ്പോൾ യശസ്സാകുന്ന നിർവ്വാണ പദം എന്ന് പറഞ്ഞാൽ എന്താകുന്നു? നമുക്കൊക്കെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ലഭിക്കുകയാണെങ്കിൽ ആ പ്രൊമോഷൻ എന്ന് പറയുന്നതിൻ്റെ അങ്ങേ അറ്റത്തൊരു പ്രൊമോഷൻ ആണ് ഈ യശസ്സാകുന്ന നിർവ്വാണ പദം. അതെല്ലാവർക്കും ലഭിക്കുന്നതല്ല. എന്താണ് യശസ് എന്ന് പറയുന്നത്? സൽപ്പേര് മാത്രം കേൾപ്പിക്കുക. മർത്യന് കൈപ്പിഴ ജന്മസിദ്ധം എന്നാണ്. ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൈപ്പിഴകൾ സംഭവിക്കും. ഓരോസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കച്ച വീര്യവാൻ എന്നുള്ള ബ്രഹ്മദേവന്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ശ്രീരാമൻ. ആരാണ് ഗുണവാനും വീര്യവാനുമായ ഏക മനുഷ്യൻ എന്നാണ് ചോദിക്കുന്നത്. ഏക മനുഷ്യൻ ആരുണ്ട് ഈ ഭൂമിയിൽ? ഗുണവാനും വീര്യവാനുമായ മനുഷ്യൻ. കാരണം ആരുമില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടത്. അപ്പോൾ അതിനുത്തരം അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് പറയാൻ നാരദൻ പറഞ്ഞു, അങ്ങനെ ഒരാളേ ഉള്ളൂ, അത് ശ്രീരാമനാണ്. അപ്പോൾ ഗുണവാനും വീര്യവാനുമായ ശ്രീരാമനെ കൊണ്ടുവന്ന് കൺമുമ്പിലേക്ക് അവതരിപ്പിച്ച് ആദികാവ്യം രചിച്ച ആർഷഭാരത ധർമ്മം ആ രാമനിൽ പോലും കളങ്കം കണ്ടു. ആലോചിച്ചു. എല്ലാ ഗുണങ്ങളും തികഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞിട്ട് പോലും അതിൽ ശ്രീരാമന് കളങ്കമുണ്ടായി. എവിടെയാണ് രാമന് കളങ്കമുണ്ടായത്? രാമൻ ബാലി എന്ന് പറയുന്ന വാനരനെ വധിച്ചപ്പോൾ രാമന് കളങ്കമുണ്ടായി. കാരണം ശ്രീരാമൻ ക്ഷത്രിയനാണ്, യോദ്ധാവാണ്. ആ യോദ്ധാവായ രാമൻ ഒരിക്കലും ഒരാളെ എന്ത് ചെയ്യരുത്? നേർക്കുനേർ നിന്ന് പോരാടി വധിക്കാം, അത് ക്ഷത്രിയ ധർമ്മം. എന്നാൽ ഒളിയം പെയ്ത് കൊല്ലരുത്, അതെന്താകുന്നു? തെറ്റാണ്. രാമാവതാരത്തിലെ കളങ്കമാണത്. പൂർണ്ണചന്ദ്രനിലെ കളങ്കം പോലെ ഒരു കളങ്കം.
അവിടെ ബാലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ നിന്നുഴലുന്ന രാമനെ രാമായണത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ് ഭഗവാനെ അങ്ങേ ഞാനറിയും, അങ്ങ് ദശരഥപുത്രനാണ്, വീരനാണ്, ധീരനാണ്, മഹാരഥനാണ്, അങ്ങേ ഞാൻ മനസ്സുകൊണ്ട് എന്നും ആരാധിച്ചിട്ടേ ഉള്ളൂ. എന്താണ് അങ്ങേക്ക് എന്നെ കൊല്ലാൻ കാരണം? എന്തോന്ന് സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും എന്ന് ചോദിച്ചിട്ട് ബാലി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇടയ്ക്ക് രാമായണമൊക്കെ നമ്മളിങ്ങനെ വായിക്കണം. അതിനകത്തൊരു വരിയുണ്ട്. ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ കളങ്കത്തെക്കുറിച്ചാണ്. അവിടെ രാമനോട് ബാലി ചോദിക്കുന്ന നിറകണ്ണുകളോടുകൂടി രാമബാണം ഹൃദയത്തിലേറ്റു വാങ്ങിക്കൊണ്ട് മരണവുമായിട്ട് മല്ലിടുന്ന ആ മഹാരഥനായ വാനര യോദ്ധാവ്, വാനര രാജാവ് ചോദിക്കുന്ന ചോദ്യമാണ് എന്തെന്ന്. രക്ഷോപരൻ തവ ഭക്തിയെ കെട്ടതിൻ്റെ അർക്കാത്മജന്യ ശരണമായി പ്രാപിച്ചു. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും. എന്താണ് സുഗ്രീവനെ കൊണ്ട് നിനക്ക് നേട്ടം? എന്താണ് എന്നെ കൊണ്ട് നേട്ടമില്ലായ്മ? പ്രിയപ്പെട്ട രാമ, നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികേ വെച്ചു തൊഴുതേനയാദരാൽ. ആരറിയാതുള്ളൂ മൂന്നു ലോകത്തിലും വീരനാം എന്നുടെ ബാഹുപരാക്രമം. ചോദിക്കാണ്ട ബാലി, മൂന്നു ലോകത്തിൽ എൻ്റെ ബാഹുപരാക്രമം അറിയാത്തവരായിട്ട് ആരുണ്ട്? നീ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ലങ്കാപുരം നിൽക്കുന്ന പർവ്വതത്തെ കുത്തിപ്പൊക്കി നിന്റെ ഭാര്യയടക്കം നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തൊഴുതേനയാദരാൽ. എന്തിനാണ് നീ എന്നെ കൊന്നത്? ഉത്തരം മുട്ടി നിൽക്കുന്ന രാമൻ്റെ മുമ്പിൽ അവിടെ വാൽമീകി പോലും നിരുദ്ധകണ്ഠനാവുകയാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം, ലോകം കണ്ട ഏറ്റവും നല്ല സത്തെന്ന് പറയുന്ന രാമനിലെ കളങ്കം നമ്മൾ കണ്ടപ്പോൾ ശ്രീനാരായണ ഗുരുദേവനിൽ ആ ഒരു കട്ടുക്കുമടി പോലും കളങ്കമില്ലായിരുന്നു. അതാണ് യശസ് എന്ന് പറയുക. ആ യശസ്സാകുന്ന നിർവ്വാണ പദത്തിലേക്ക് കയറിയിരിക്കുവാൻ ഭാരതീയ ശ്രേഷ്ഠന്മാരിൽ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അത് ശ്രീനാരായണ ഗുരുദേവന് മാത്രമാണ്. വേറെ ആർക്കും അങ്ങനെ ഒന്നും പറയാൻ കാര്യം ജീവിതത്തിൽ ഒരു കളങ്കവുമില്ലാതെ ഒരു മോശവും പറയാതെ യശസ്സാകുന്ന നിർവ്വാണ പദത്തിലേക്ക് കയറിയിരുന്ന ഈ മഹാസമാധി ദിനം യഥാർത്ഥത്തിലൊരു ആഘോഷ ദിനമാണ്. കാരണം എന്താ? ഗുരുവെന്ന് പറയുന്ന ചൈതന്യം അല്ലേ നമുക്കിടയിൽ വന്ന് ജനിച്ച പാരിൽ ധർമ്മമുയർത്തുവാൻ യദുകുലേ പണ്ടെന്ന പോൽ ഈഴവന്മാർക്കിടയിൽ സ്വാമി ജനിച്ച മാസമതിലാണ് ഏവർക്കും ഓണോത്സവം എന്ന് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന മേനോൻ എഴുതി വെച്ചു. പാരിൽ ഭൂമിയിൽ ധർമ്മമുയർത്തുവാൻ യാദവകുലത്തിൽ ഭഗവാൻ കൃഷ്ണൻ ജനിച്ചതുപോലെ ഈഴവന്മാർക്കിടയിൽ സ്വാമി ജനിച്ച മാസമാണ് ഓണോത്സവം. ആ ജനനം നിസാരമല്ല. ആ ജനനം അങ്ങ് നീണ്ടുപോയപ്പോൾ എന്താ പറ്റിയത്? ഒരു കളങ്കവുമില്ലാതെ യശസ്സ എന്നൊരു പദം ലഭിക്കുകയാണ്. ഈ യശസ് എന്ന് പറയുന്ന പദം എല്ലാവർക്കും ലഭിക്കുന്നതല്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത്, ശരീരം ധരിച്ചിരിക്കുന്ന സമയത്ത് യശസ് മാത്രം ഉണ്ടാക്കി പടിയായി ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഒരു രൂപമുണ്ടാക്കി സ്വയം ഉണ്ടാക്കി വെച്ച ആ രൂപത്തിനകത്തേക്ക് ആത്മാവ് കയറുമ്പോൾ അതിവിടെയാണ് യശൻ, ശരീരൻ, യശോ നിർവ്വാണം എന്നൊക്കെ പറയുക. അല്ലാതെ എല്ലാവരെയും ആരുടെ മരണത്തെയും ആരുടെ ശരീരം വെടിയുന്നതിനെയും യശശരീരൻ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും പറയാറുണ്ട് ആളുകൾ. കാര്യം നിൽപ്പനുസരിച്ച് പറയുകയും നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? നാട്ടിൻപുറത്ത് സാധാരണക്കാരൻ പറഞ്ഞാൽ ഗോപാലൻ ചേട്ടൻ ചത്തുപോയി എന്ന് പറയും. അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയും നാരായണൻ ചേട്ടൻ, അദ്ദേഹം ഒരു അധ്യാപകൻ, നാരായണ സാറ് മരിച്ചുപോയി. കണ്ടോ? നാട്ടിലെ കൂലിവേലക്കാരനായ ഗോപാലൻ ചേട്ടൻ ചത്തുപോയി, അധ്യാപകനായ നാരായണ സാർ മരിച്ചുപോയി. കണ്ടോ വ്യത്യാസം വന്നുണ്ടോ? മരണത്തിന് പല പല തലങ്ങളുണ്ട്. അപ്പം മന്ത്രിമാരൊക്കെ ആണ് മരിക്കണമെങ്കിൽ എന്ത് പറയും? നമ്മുടെ മന്ത്രി യശശരീരനായി എന്ന് പറയും. അപ്പോൾ തലം വേറെ മാറി. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അറിയില്ല അല്ലേ? പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ പറയും ശ്രീമൂലം ശ്രീമൂലം തിരുനാൾ തീപ്പെട്ടു, അല്ലെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞു. എല്ലാം ഈ ചാകലാണ്, ഈ മരണം തന്നെയാ. കാര്യം ഇതൊക്കെ വ്യത്യാസം ഇങ്ങനെ വരുത്തുകയാണ് അല്ലേ? ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ആ ഒരു പദമൊന്നുമല്ല, യശോ നിർവ്വാണം. അത് പറഞ്ഞത് സഹോദരേപ്പര യശസ്സാകുന്ന നിർവ്വാണം. അത് ആർക്കും ലഭിക്കുന്നതല്ല, ദുർലഭം എന്നേ പറയാനൊക്കെ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? ശ്രീനാരായണ ഗുരുദേവന് മാത്രമുള്ളതാണ്.
ആ ഗുരു അതുകൊണ്ട് എന്താകുകയാണ്? അമരനാകുകയാണ്. അല്ല, അമരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവൻ എന്നാണ്. ദേവന്മാർക്കൊക്കെ മരണമില്ല. എന്താണ് കാരണം അമ്മയെ മരണമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ആ ദേവന്മാരെ കൂടി പാലാഴി കടഞ്ഞ് അതിനകത്ത് നിന്ന് അമൃത് പൊക്കിയെടുത്ത് അത് ഭക്ഷിച്ചു, അവർക്ക് പിന്നെ എന്നും 16 വയസ്സാണ് മകനെ എന്ന് പറയും. അവൻ അന്നേരം വിശ്വസിക്കും ഇതൊക്കെ. കുറേ നാൾ കഴിഞ്ഞിട്ടും പറയും, പിന്നെ കടലല്ലേ കടയാൻ പോകുന്നത്, വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കും. അത് വെറും കഥ മാത്രമാണെന്നേ. യുക്തിയിലേക്ക് കടന്നു വരണം. എന്താ യുക്തി? ആ യുക്തി എന്ന് പറയുന്നത് ഇതാണ്, യശസ്സാകുന്ന അമൃത്. ആ യശസ്സാകുന്ന അമൃത് ഭക്ഷിക്കുമ്പോഴാണ് എന്താകുന്നത്? യശോ നിർവാണം 171 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പറയുകയാണത്. അവതാരം കൊണ്ട് 1 നൂറ്റാണ്ടും അല്ലേ 10-71 വർഷവും കഴിഞ്ഞിട്ടും ഗുരുവിങ്ങനെ നിൽക്കുകയല്ലേ എല്ലാവരുടെയും മുമ്പിൽ? ഗുരുവിനെ നിൽക്കുകയല്ലേ? ഗുരുവിനെ കുറിച്ച് പറയുകയല്ലേ? ഏത് സമ്മേളനത്തിലാണ് ഗുരുവിനെ കുറിച്ച് പറയാത്തത്? 10 പേര് കൂടുന്ന പാട്ടിലൊക്കെ പറയുകയല്ലേ? എന്താ കാരണം? ഇതിങ്ങനെ തേജപുഞ്ചമായിട്ട് നിലകൊള്ളുകയാണ്. അതാണ് നമുക്ക് ഗുരു. ആ ഗുരുവിനെ പഠിക്കുമ്പോൾ, ഗുരുവിനെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവരും ഗുരുവിൻ്റെ ഗുരുദേവൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെല്ലാം ഗുരുവിനെ അങ്ങ് പഠിച്ചിട്ട് എഴുതിയതാണെന്ന് ഇതെല്ലാം. മഹാകവി കുമാരനാശാന് തൻ്റെ കാവ്യബിംബങ്ങളിൽ വ്യക്തിഗത കഥാനായകന്മാരെ ഒക്കെ എടുത്തു വെച്ചപ്പോഴെല്ലാം മനസ്സിൽ തെളിഞ്ഞത് ഗുരുവാണ്. നളിനി എന്ന് പറയുന്ന മനോഹരമായ കാവ്യമെഴുതി. ഉദാത്തമായ പ്രണയത്തിൻ്റെ, പ്രേമത്തിൻ്റെ മനോഹരമായ കാവ്യതല്ലജം, അതാണ് നളിനി. ഈ നളിനി എഴുതാൻ നേരത്തെ നളിനിയുടെ നായകനാണ് ദിവാകരൻ എന്ന യോഗി. ദിവാകര യോഗിയെയാണ് നളിനി പ്രണയിക്കുന്നത്. അപ്പോൾ ദിവാകരനെ വർണ്ണിക്കണം. ദിവാകരൻ ഒരു സങ്കല്പ കഥാപാത്രമാണ്. ഈ സങ്കല്പ കഥാപാത്രത്തെ വർണ്ണിക്കാൻ ദിവാകരനെ അതിനു മുമ്പ് എഴുതുന്ന കുമാരനാശാനും കണ്ടിട്ടില്ല. മനോമുഖരത്തിൽ നിന്നാണ് കവി കാവ്യമുണ്ടാക്കുന്നത്. അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി എന്നാണ്. അപാരമായ കാവ്യ സംസാരത്തിൽ സൃഷ്ടികർത്താവ് കവിയാണ്, പ്രജാപതിയാണ്. അവിടെ അയാൾക്ക് എന്ത് സൃഷ്ടിക്കാം. അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ കഥാപാത്രമായ ദിവാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെ വർണ്ണിക്കും, ഞാൻ എങ്ങനെ വർണ്ണിക്കും എന്ന് കുമാരനാശാൻ നോക്കിയിട്ട് ഒരു എത്തും പിടുത്തവും കിട്ടിയില്ല. അവസാനം ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിൽ ചിന്തിച്ചിട്ട് അങ്ങ് എഴുതി വെച്ചു തൻ്റെ കഥാപാത്രത്തെ. എന്താ എഴുതി വെച്ചത് അറിയാവോ? ദിവാകരനെ വർണ്ണിക്കുന്നത്, പാരിലില്ല ഭയമെന്നു വേറെയുണ്ടാരിലും കരുണയെന്നു വേദിനും പോരുമെന്നു മരുളേ പ്രസന്നമായി ധീരമായ മുഖകാന്തിയാലവൻ തൽപരത്വം അവനാർന്നിരുന്നതല്ലപ്പോൾ വെന്നരിയ ഒഴികാക്കുവാൻ കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും. എന്തൊരെഴുത്താണ് എഴുതിയിരിക്കുന്നത്? ദിവാകരൻ എന്ന സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് ആ ചിന്നസ്വാമി എഴുതി, പാരിലില്ല ഭയം. കണ്ടോ? ഈ ലോകത്ത് ആരെയും ഭയമില്ലാത്ത യോഗി ദിവാകരനല്ല. അത് ദിവാകരൻ എന്ന യോഗി അല്ല. പിന്നെ ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ഈ ഭൂമിയിൽ ആരെയും ഭയമില്ല. എന്താണ്? പാരിലില്ല ഭയമെന്ന് വേറെയുണ്ട് ആരിലും കരുണയെന്നു വേദിനും. എല്ലാവരോടും ആർക്ക്? ദിവാകരന് കരുണയുണ്ട്. അനുകമ്പാ ദശകമെഴുതിയ മഹാസാഹിത്യകാരനെ കൊണ്ടുവന്നൊക്കെ നിർത്തിയപ്പോൾ ദിവാകരനങ്ങ് മാറിപ്പോയി ആശാന്. എന്തെഴുതി വെച്ചു? കരുണയെന്നു വേദിനും. എല്ലാവരോടും കരുണ, എന്നാൽ ആരോടും ഭയവുമില്ല. ശ്രീനാരായണ ഗുരുദേവന് ആരോടെങ്കിലും ഭയം ഉണ്ടായിരുന്നു? ചിന്തിക്കണം. ഗുരുവിന് ആരോടും ഭയമില്ലായിരുന്നു. 1888 കാലഘട്ടത്തിൽ അരുവിപ്പുറത്ത് ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് നാന്ദി കുറിക്കുമ്പോൾ ഒരു നിയമം ഈ രാജ്യത്തുണ്ടായിരുന്നു. രാജാവാണ് ഈ രാജ്യം ഭരിക്കുന്നത്. തിരുവിതാംകൂർ ഭരിക്കുന്നത് ആരായിരുന്നു? കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള നിയമം കൈവെള്ളയിലിട്ടമ്മാനമാടുന്ന മാർത്താണ്ഡവർമ്മയുടെയും സ്വാതന്ത്ര്യനാളിൻ്റെയും ഒക്കെ പിന്മുറക്കാർ ഭരിക്കുന്ന തിരുവിതാംകൂർ. രാജാ പ്രത്യക്ഷ ദൈവതം, അവർ തീരുമാനിക്കുന്ന നിയമം. ആ കാലത്ത് അവരൊരു നിയമം ഉണ്ടാക്കി വെച്ചിരുന്നു. ഒന്ന്, ക്ഷേത്രപ്രതിഷ്ഠ രാജാവറിയാതെ നടത്തരുത്. ഈ എന്താണ്? ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുമ്പായി രാജാവിനോട് അപേക്ഷ കൊടുക്കണം. അഥവാ ക്ഷേത്രം സ്ഥാപിച്ചാൽ അത് ബ്രഹ്മഋഷി ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരായിരിക്കണം. ഇതൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭരണഘടനയിലെ നിയമങ്ങളായിരുന്നു. ആ ഭരണഘടന, ആ നിയമങ്ങളെ നിശബ്ദം ലംഘിച്ചു ഗുരു. എന്തുകൊണ്ടാണ്? പാരിലില്ല ഭയം. ആരോടും ഭയമില്ലായിരുന്നു. ഭരിക്കുന്ന രാജാവിനോട് ഭയമില്ലായിരുന്നു. ആരും വന്ന് എന്നോട് ചോദിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ആരും ചോദിച്ചില്ല. അതുകൊണ്ടാണ് പാരിലില്ല ഭയം വേറെയുണ്ടാരിലും കരുണ. ഈ ഭയമില്ലാത്തവൻ ആരാകുന്നു? വളരെ ക്രൂരനായി ധീരനായി നടക്കുമ്പോൾ അവന് കരുണ എന്ന് പറയുന്ന സാധനം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ കരുണയും കൂടിയുണ്ട്.
ആരോടും ഭയമില്ലാത്തതോടൊപ്പം തന്നെ കരുണയും ഉണ്ടായിരുന്നു. അതാണ് പാരിലില്ല ഭയമെന്ന് വേറെയുണ്ട്, ആരിലും കരുണയെന്നുമേതിനും പോരുമെന്ന് മരുളി പ്രസന്നമായി ധീരമായ മുഖകാന്തി. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ മുഖകാന്തി എന്ന് പറയുന്നത് എന്തായിരുന്നു? ധീരമായ മുഖകാന്തിയായിരുന്നു. ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൽപരത്വമനാർന്നിരുന്നതല്ലപ്പോൾ വെണ്ണരിയൂഴികാക്കുവാൻ കോപ്പിടും നൃപതി പോലെയും, രാജ്യം ഭരിക്കാൻ തയ്യാറായ നൃപതി പോലെയും, കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും. കണ്ടോ മുഖത്തെ രണ്ട് ഭാവങ്ങൾ, നിഷ്കളങ്കനായൊരു കുട്ടിയുടെ ഭാവവും രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ പ്രൗഢഭാവവും ഞാൻ കാണുന്നു ആരിൽ? നളിനിയുടെ നായകനായ ദിവാകരനിൽ കാണുന്നുവെന്ന് കുമാരനാശാൻ എഴുതുമ്പോൾ ആശാന്റെ മനോമുകുരത്തിൽ ആരായിരുന്നു എന്ന് സഹോദരനെ ഇപ്പം ചോദിച്ചു. രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ്. എല്ലാ കഥകളും ജീവിതത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ പോലും ആരോടും പറയാത്തത് ആശാൻ പറയുന്നത് അയ്യപ്പനോടാണ്. അപ്പം അയ്യപ്പൻ മാഷി ചോദിച്ചു, വരാ ഈ ആ ദിവാകര യോഗ വർണ്ണിച്ചപ്പോൾ നിൻ്റെ മനസ്സിൽ ആരായിരുന്നു യഥാർത്ഥത്തിൽ പറ? അപ്പോൾ പറഞ്ഞു, എൻ്റെ മനസ്സിൽ നമ്മുടെ ഗുരു അല്ലാതെ പിന്നെ ആരാണ് അയ്യപ്പ? കണ്ടോ? അപ്പോൾ ആ മുഖം എത്ര ഗംഭീരമായിരുന്നു എന്നുള്ളത്. ചണ്ടാല ഭിക്ഷുകിയിലേക്ക് ചെന്നു. ശ്രീബുദ്ധനെ വർണ്ണിക്കണം. ആനന്ദൻ എന്ന് പറയുന്ന ഭിക്ഷുവിൻ്റെ മോഹന രൂപം കണ്ട് ഭ്രമിച്ച് അയാളുടെ പിറകെ ഇറങ്ങിപ്പോവുകയാണ് മാതങ്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, പിന്നോക്ക ജാതിക്കാരുതി. അവൾ ആ സൗന്ദര്യം കണ്ടു. അവൾ എന്താ കാര്യം, ഇത്തിരി വെള്ളം ചോദിച്ചു വഴിവെക്കൽ വെച്ച്. ആ വെള്ളം കൊടുത്തപ്പോൾ അറിയാതെ ഭിക്ഷുവിൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. ആ തേജസ് കണ്ട് അവൾ പറഞ്ഞു, എനിക്ക് ഈ ഭിക്ഷുവിനെ വേണം, എനിക്ക് അയാളെ ഭർത്താവായിട്ട് വേണം. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ രാത്രി തള്ളി നീക്കി നേരം വെളുത്തപ്പോൾ അവൾ ഇറങ്ങി നടക്കുകയാണ്. ഒരു പ്രത്യേക പരിതസ്ഥിതിയിലൊക്കെ നടക്കുകയാണ്. നടന്നു ചെന്ന് അവസാനം ബുദ്ധനിരിക്കുന്ന ആ ബുദ്ധ ക്ഷേത്രം എന്താ പറയുക, ബുദ്ധവിഹാരത്തിൻ്റെ മധ്യത്തിൽ ആരും അവളെ തടഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു, കുട്ടി അകത്തേക്ക് ചെല്ലോ എന്ന് പറഞ്ഞു. ആനന്ദൻ എന്ന് പറയുന്ന ബുദ്ധഭിക്ഷുവിൻ്റെ മനോഹരമായ രൂപത്തെ മനസ്സിൽ ധരിച്ചുകൊണ്ട് അങ്ങ് അവൾ ചെന്ന് നിൽക്കുന്ന ബുദ്ധൻ്റെ മുമ്പിലാണ്. അപ്പോൾ അവൾ കാണുന്നത് ആനന്ദനേക്കാളും വലിയ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ മനുഷ്യനെയാണ്. കാര്യം ആനന്ദൻ ഒരു സാധാരണക്കാരനായിരുന്നു. ഈ ഇരിക്കുന്ന ആൾ രാജകുമാരനാണ്, ശുദ്ധോധന മഹാരാജാവിൻ്റെ മകനാണ്. ആ തേജസ്സോടുകൂടി ഇരിക്കുകയാണ് ആര്? ബുദ്ധൻ. ആ രൂപം കണ്ടപ്പോൾ അതെങ്ങനെ വർണ്ണിക്കണമെന്ന് ആശാന് തോന്നി. ആ ബുദ്ധനെ ഒന്ന് വർണ്ണിക്കാൻ ചണ്ടാല ഭിക്ഷുകിൽ ശ്രീനാരായണ ഗുരുദേവനെ എടുത്തങ്ങ് കൊണ്ടുവന്നു മനസ്സിലേക്ക്. എന്നിട്ട് അവിടെ വർണ്ണിച്ചു കുമാരനാശാൻ. എന്ത്? പരമവൾ കണ്ടീതു ഭിക്ഷുവേഷം. ആര് കണ്ടു? അവൾ എന്ന് പറയുന്ന മാതങ്കി എന്ന് പറയുന്ന സ്ത്രീ കണ്ടു. അതാണ് പരമവൾ കണ്ടിതു ഭിക്ഷുവേഷം, പുരുഷ സൗന്ദര്യത്തിൻ പൂർണ്ണാഭോഗം. സുഭഗനാനന്ദൻ മിന്നായി പ്രഭമങ്ങും അത്ഭുത തേജപുഞ്ചം. ബുദ്ധനെ കുമാരനാശാൻ കണ്ടിട്ടില്ല. ആശാനാകെ കണ്ടിരിക്കുന്ന ആരെയാണ്? ശ്രീനാരായണ ഗുരുദേവരെയാണ്. ബുദ്ധനും ജീവിച്ചു മരിച്ചിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് കുമാരനാശാനെ എഴുതണമെന്ന് ഓർക്കണം. ആ ബുദ്ധനെ വർണ്ണിക്കാൻ മാതങ്കിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ്? പരമവൾ കണ്ടിതു ഭിക്ഷുവേഷം. ഭിക്ഷാന്തേഹിയെപ്പോലെ അവധൂതനായി സഞ്ചരിക്കുന്ന തൻ്റെ ഗുരുവിൻ്റെ രൂപമാണ് പറയുന്നത്. പരമവൾ കണ്ടിതു ഭിക്ഷുവേഷം. പിന്നെ അടുത്ത വരി എന്താണ്? പുരുഷ സൗന്ദര്യത്തിൻ പൂർണ്ണാഭോഗം. ഒരു പുരുഷനുണ്ടെങ്കിൽ, ആ പുരുഷനൊരു സൗന്ദര്യമുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണാഭോഗം, ഒട്ടും കുറയാത്ത പുരുഷ സൗന്ദര്യം. അവിടെ ആര്? സുഭഗനാനന്ദൻ, തൻ്റെ കഥാനായകനായ ആനന്ദൻ മിന്നായി. കണ്ടോ ഉപമ? ഒരു കുഞ്ഞു മിന്നാമിനുങ്ങായി. ഈ ആരുടെ മുമ്പിൽ? പ്രഭമങ്ങും അത്ഭുത തേജപുഞ്ചം. അത്ഭുതമായിട്ട് അങ്ങ് നിലകൊണ്ട ആ തേജപുഞ്ചത്തിൻ്റെ മുമ്പിൽ. ഉണ്ടോ? ഇതാണ് ഗുരു. ഈ ഗുരുവിനെ നമ്മൾ അറിയണത് എങ്ങനെയാണ്? ഗുരുവിനെ അറിയുമ്പോൾ നമ്മൾ ഗുരുദേവൻ്റെ കൃതികളിലൂടെ ഗുരുവിൻ്റെ ദർശനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥ ഗുരു എന്തെന്നറിയണമെങ്കിൽ ആശാനിലൂടെ നമ്മൾ സഞ്ചരിക്കണം. കാരണം കണ്ടെഴുതുകയല്ലേ ഇതെല്ലാം, അല്ലേ? അവിടെയാണ് നമ്മൾ യഥാർത്ഥ ഗുരുവിനെ നമ്മളിങ്ങനെ പഠിക്കുന്നത്. ആ ഗുരു യശോനിർവാണ തെറഞ്ഞ മഹാസമാധി ദിനത്തിൻ്റെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഗുരുദേവ കൃതികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. ഗുരുവിൻ്റെ കൃതികളിങ്ങനെ നിങ്ങൾ മനോഹരമായിട്ട് ആലാപനം ചെയ്തു.
ഇവിടെ മുഴുവൻ ഞാനിങ്ങ് വന്നപ്പോൾ ഗുരുദേവൻ്റെ കൃതികൾ ഇങ്ങനെ മുഴങ്ങി നിൽക്കുന്ന സുന്ദരമായ ഒരിടമായിട്ട് എനിക്ക് തോന്നി. നിങ്ങളെല്ലാവരും നിസാരന്മാരുമല്ല എന്ന് തോന്നി. ഈ നിസാരന്മാരല്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പ്രഭാഷണം നടത്തുമ്പോൾ ഒരല്പം ഭയവും വേണം. ഇപ്പം അറിയപ്പള്ളി ശാഖക്കാരൊക്കെ ആരാകുന്നു? മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരാണ്, പണ്ഡിത സ്ത്രീകളും പണ്ഡിത പുരുഷന്മാരും. കാരണം ഞാൻ സാധാരണഗതിയിലൊക്കെ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥന ചെല്ലുന്നൊരു വിഭാഗം ഉണ്ടാവും. അവരവിടെ ഇരുന്നൊക്കെ പ്രാർത്ഥിക്കും, ബാക്കിയുള്ളവരിങ്ങനെ വെറുതെ ഇരിക്കും. ഇവിടെ ഞാൻ കണ്ടത് എല്ലാവരുടെയും ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ചുണ്ടുകൾ ചലിക്കുന്നു. എല്ലാവരുടെയും ചുണ്ടുകൾ ചലിക്കുന്ന അപൂർവം ശാഖകളിൽ ഒന്നാണേത്? മറിയപ്പള്ളി. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം. കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി എല്ലാവർക്കും അഭിനന്ദനം. കാരണം ഞാനത് സത്യമായിട്ടാണ് പറയുന്നത്. കാര്യം പ്രാർത്ഥന ചൊല്ലുന്ന ആൾക്കാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുള്ള രഞ്ജിത്ത്. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? വെറുതെ ഇങ്ങനെ ചില വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. അവർക്ക് അവരുടെ ജോലി, അവരവിടുത്തെ പ്രാർത്ഥിക്കും. ഒരു കുറച്ച് നേരം അത് കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ അങ്ങനെയല്ല, അവർ ചൊല്ലുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരെയും ചൊല്ലുന്നു. നമ്മുടെ ചേട്ടന്മാരെ ഇരിക്കുന്ന സാറന്മാരൊക്കെ സുന്ദരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഇങ്ങനെ ഏകമനസ്സോടുകൂടി ആ ചൊല്ലുന്ന രംഗം അത് നിസാരമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങളുടെ മുമ്പിലാണല്ലോ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടത് എന്നോർത്ത് ചെറിയൊരു ഭയം ഇപ്പോഴാണ് എനിക്ക് മാറി മാറി വരുന്നത്. എന്ത് പേടി, ഒരു ചെറിയ ധൈര്യം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിസാരന്മാരല്ല അല്ല നിങ്ങൾ. എന്താകുന്നു? ശ്രീനാരായണ ഗുരുദേവനിലേക്ക് വളരെ അടുത്ത ആൾക്കാരായി നിങ്ങൾ മാറിയിരിക്കുന്നു. ഗുരുവിൻ്റെ ഈ ക്ഷേത്ര സന്നിധിയിൽ അല്ലേ? അപ്പോൾ ഗുരുവിൻ്റെ ഒരു വാങ്മയ ചിത്രം ഞാൻ ആശാൻ്റെ കൃതികളിലൂടെ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു വെച്ചു എന്നാണ്. ആ ഗുരു നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് ആധ്യാത്മിക കാര്യം മാത്രമല്ലല്ലോ, മനുഷ്യൻ്റെ ജീവിതത്തിന് അനുഗുണമായിട്ടുള്ള ഭൗതിക കാര്യങ്ങൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഭൗതിക കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങൾ. ആദിത്യന് കീഴെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒരു മാനവരാശിക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതാണ് ഗുരുവിൻ്റെ പ്രത്യേകത. ഒരു വ്യക്തി മഹാഋഷിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരേണ്ട കാര്യമില്ല. ഒരാൾ ഈശ്വരനാകണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നതിന് വ്യക്തമായ ചിത്രമൊന്നുമില്ല. ആരാണ് ഈശ്വരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന ഒരു എനർജി, ഒരു ഊർജമാണ് ഈശ്വരൻ. ആ ഈശ്വരനെയാണ് എന്ത് ചെയ്തത്? പലരും പല ഭാവത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആരാണ് ഈശ്വരൻ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ പറയുമ്പോൾ ഞങ്ങളുടെ പിതാവാണ് ഈശ്വരൻ. ആരാണ് പിതാവ്? എങ്ങനെ ഇരിക്കും? അതറിഞ്ഞുകൂടാ. യാ അല്ലാ എന്നാണ് അവർ വിളിക്കുന്നത് മുസ്ലിങ്ങൾ. അള്ളാഹുവിൻ്റെ രൂപം അവർക്കറിയില്ല. പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന ഒരു ഈശ്വരൻ, അതിലെല്ലാവരും ഒരേ മതമാണ്, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതിൻ്റെ താഴേക്ക് വരുന്നതിലാണ് വെച്ച് വ്യത്യാസം. ഈശ്വരൻ ആരൊക്കെയാണ് ഈശ്വരൻ? ഈശ്വരന് മനുഷ്യജന്മമെടുക്കാം. ഈ പ്രപഞ്ചത്തിൽ ഉള്ള ഈ എനർജിക്ക് ഇടയ്ക്കിടയ്ക്ക് മനുഷ്യജന്മം എടുത്തേ പറ്റുള്ളൂ. അതെന്താണെന്നറിയാമോ? അത് പ്രകൃതിയുടെ ഒരു സമതുലിത അവസ്ഥയ്ക്കാണ്. പ്രകൃതിക്ക് ഒരു സമതുലിത അവസ്ഥയുണ്ട്. അത് സ്വയം നവീകരിക്കപ്പെടുന്ന ഒന്നാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്ത് വരുന്നത്? വെയിൽ വരുന്നത്. ചൂട് വന്ന് വെള്ളത്തിന് അങ്ങ് ഊർജം എന്താണ് ആവിയാക്കി മാറ്റിയിട്ട് ആ സമതുലിത അവസ്ഥ ഇതെന്നും നിലനിൽക്കുന്നതുകൊണ്ടാണ് പ്രകൃതിയിൽ ജീവജാലങ്ങളും മനുഷ്യരും ജീവിക്കുന്നത്. നമ്മളായിട്ടൊന്നും വരുത്തുന്നില്ല. നമുക്ക് ഈശ്വരൻ എന്ത് തരുന്നുണ്ടെന്ന് യുക്തിവാദികൾ ചോദിച്ചാൽ ഉത്തരം പറയണം, നമുക്ക് സുന്ദരമായ വായു തരുന്നില്ലേ, നല്ല മഴ തരുന്നില്ലേ, ശുദ്ധജലം തരുന്നില്ലേ, അല്ലേ? ഇടയ്ക്ക് തണുപ്പിന് മഞ്ഞ് തരുന്നില്ലേ? ഇതൊക്കെ ആരാ തരുന്നത്? ഏതെങ്കിലും പാർട്ടിക്കാർ കൊണ്ടുവന്ന് എന്താ ലോറിക്ക് കുത്തുന്നതാണോ ഇത്? ടിപ്പറിന് മണ്ണ് കുത്തും പോലെ വന്ന് കുത്തുന്നതാണോ ഈ സാധനമൊക്കെ? ഈ പ്രകൃതി തരുന്നതല്ലേ. അപ്പോൾ പ്രകൃതി തരുമ്പോൾ ആ പ്രകൃതി ആരാണ് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ആ തരുന്നയാളാണ് ഈശ്വരൻ. അതാണ് ഈശ്വരനെ വിച്ഛേദിച്ചുകൊണ്ട് കവിയോരം പറഞ്ഞ് അന്തിച്ചുവപ്പും അലയാഴിയും അങ്ങിരുട്ടിൽ അന്തിസ്ഫുരിക്കും ഉടുരാശിയും ഇന്ദുദാനും എന്ന് ആശാൻ എഴുതി വെച്ചാൽ ഇത്രയും ഒക്കെ തിളങ്ങി എങ്ങനെ നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് ഈശ്വരൻ. അതോടൊപ്പം തന്നെ അതിനെ നേരെ എതിർഭാഗത്തേക്ക് വലിക്കുന്ന ശക്തികളുമുണ്ട്. അതാണ് നെഗറ്റീവ് എനർജി, അതാണ് പൈശാചിക ശക്തികൾ. ഈ പൈശാചിക ശക്തികളാണ് പ്രേതരൂപികളായി ഭൂതരൂപികളായി ഈ നമ്മളെ ഇങ്ങനെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്നത്. അപ്പോൾ പ്രേതമുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ഈ പ്രേതം ഭൂതം പിശാചുക്കളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ട്. അപ്പോൾ ചോദിക്കും ഇതെങ്ങനെയാണ് ഈ പറയുന്നത്? ഉണ്ട് എന്ന് പറഞ്ഞ അകത്തിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനാണ്. എത്ര പേർക്കറിയാം? ഈശ്വരനുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രേതരൂപികളായിട്ടുള്ള പൈശാചിക ശക്തികളും ഈ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞയാളാണ്, അല്ല എഴുതിയയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ ഈ സ്തോത്രകൃതികൾ മാത്രമല്ല എഴുതിയിരിക്കുന്നത്, ഒന്നാം തരം ലേഖനം എഴുതിയിട്ടുണ്ട്. ഗുരുദേവൻ്റെ ലേഖനം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ?
നമ്മുടെ പത്രത്തിലൊക്കെ ആൾക്കാർ വായിക്കുമ്പോൾ ലേഖനി 1890 കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ലേഖനമാണ് ഗുരുദേവൻ്റെ കൃതി എന്ന് പറയപ്പെടുന്നത് ദൈവചിന്തനം. അത് ലേഖനമാണ്, എഴുതിയിരിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നു ദൈവചിന്തനത്തിൻ്റെ 1-ാം ഭാഗം എടുത്ത് വായിച്ചു നോക്കുക. അതിനകത്ത് കൃത്യമായിട്ട് പിശാചുക്കളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? വായിച്ചവർക്കൊന്ന് കൈപൊക്കാം. കണ്ടോ? 3-4 പേരെ കൈപൊക്കിയിട്ടുള്ളൂ. നിങ്ങൾ ഈ ജനനീ നവരത്നപഞ്ചരിയും ഭദ്രകാളി അഷ്ടമൊക്കെ ഈടത്തി ചൊല്ലുമ്പോൾ എവിടെയോ ഒരു ലേഖനം പോലെ ആ ബുക്കിനകത്ത് ദൈവചിന്തനം കാണുമ്പോൾ ഉടനെ അങ്ങോട്ട് മറിച്ച് കളയും. അത് വേണ്ട, കാരണം അതിൻ്റെ താളമില്ലല്ലോ, ഈടമില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് അതങ്ങോട്ട് മറിച്ച് കളയും. അതെന്ത് വായിക്കണം, ഇന്ന് പോയി വായിക്കണം. ആ ദൈവചിന്തനത്തിനകത്ത് പിശാചുക്കളെക്കുറിച്ചൊരു ഒരു 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 പേജ്, 1.5 പേജ് എഴുതി വെച്ചിട്ടുണ്ട് ഗുരുദേവൻ. അറിയാവോ? രക്തം കുടിക്കുന്നവർ, മജ്ജ ഊറ്റിയെടുക്കുന്നവർ, പിള്ളതീനികൾ, എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കണമെന്ന വിചാരം. പ്രപഞ്ചത്തിലെ പൈശാചിക ശക്തികളെങ്ങനെ ഓരോന്നോരോന്നുണ്ട് എന്ന് പറഞ്ഞ് കഷ്ടം. അവസാനം ഗുരു ലേഖനം സമർത്ഥിക്കുന്നതിന് കഷ്ടം, ഇതിൻ്റെയൊക്കെ പിന്നാലെ പലരും പാഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈഴവ സമുദായം എന്ത് ചെയ്യുകയായിരുന്നു? ഈ പിശാചുക്കളെയാണ് പ്രതിഷ്ഠിച്ചത്. അറുകൊലയായി, മാടരായി, മറ്റതായി, മറിച്ചതായി, കള്ളും കോഴിയും, കോഴിയുടെ ചോരയും, മൃഗങ്ങളുടെ ചോരയും ഇതെല്ലാം കൊടുത്ത് ഈ ദുർദേവതകളെ ഇങ്ങനെ ഉപാസിച്ച് നെഗറ്റീവ് എനർജി പ്രപഞ്ചത്തിൽ കൊണ്ടുവന്ന് പോസിറ്റീവ് എനർജിയുടെ സമതുലിതാവസ്ഥക്ക് നഷ്ടം വരുത്തി വെച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടേക്ക് പ്രകൃതിയുടെ ഒരു തീരുമാനമാണ് ഒരവതാരം ഉണ്ടാകേണ്ടത്. ആ സമതുലിതാവസ്ഥ ഒന്ന് ലെവലാക്കുന്നതിന് വേണ്ടി. പരിത്രാണായ സാധൂന വിനാശായ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴൊക്കെ ഈ പ്രകൃതിയിൽ അധർമ്മം വരുന്നുവോ, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ, അപ്പോൾ ധർമ്മം കുറയും, എന്നിട്ട് അധർമ്മം അങ്ങോട്ട് കയറിക്കഴിയുമ്പോൾ ആ പ്രകൃതിയുടെ സമതുലിതാവസ്ഥയ്ക്ക് നഷ്ടം വരും. അതിൽ നിന്ന് ലെവലാക്കുന്നതിന് വേണ്ടി ഈ ഈശ്വര ചൈതന്യം എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് പ്രവർത്തിക്കാൻ നടക്കത്തില്ല. അതിനെന്ത് ചെയ്യും? ഏതെങ്കിലും മനുഷ്യൻ്റെ ശരീരം ധരിച്ചുകൊണ്ട് ഭൂമിയിൽ അവതരിച്ച് പ്രവർത്തിച്ച് അതില്ലായ്മ ചെയ്ത് ഈ ധർമ്മത്തെ വീണ്ടെടുത്ത് ലെവലാക്കിയിട്ട് ആ അവതാരം മനുഷ്യൻ്റെ ശരീരം വെടിഞ്ഞിട്ട് എന്ത് ചെയ്യും? യശസ്സാകുന്ന നിർവ്വാണ പദത്തിലേക്ക് അങ്ങ് മാറിയിരിക്കും. വീണ്ടും ആ പരമമായ സത്യത്തിൽ പോയി ലയിക്കും. അതാണ് ഈ മഹാസമാധി. ആ സത്യമേതാന്ന് ചോദിച്ചെന്താ? മരണവുമില്ല, ഉറപ്പുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല നാമരൂപം, മരുവിലമർന്ന മരീചിതീര് പോൽ പൊരുളാം പൊരുളല്ലി തുർത്തിടയണം എന്ന് ഗുരു തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ് ആ സത്യം? ആ സത്യത്തിന് മരണമില്ല, ആ സത്യത്തിന് പുറപ്പില്ല എന്ന് പറഞ്ഞ ജനനമില്ല. അപ്പം മരണമില്ല, ജനനമില്ല, നരസുരരാതിയുമല്ല, മനുഷ്യരല്ല, ദേവന്മാരല്ല, ആരുമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യം. ആ സത്യത്തിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? മരുവിലമർന്ന മരീചി നീര് പോലെ. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മരീചിക എന്ന് പറയുന്നൊരു വസ്തു കാണും. ഇപ്പം മരുഭൂമി വരെ പോകണമെന്നില്ല, നല്ല വെയിലത്ത് നാഷണൽ ഹൈവേയിൽ നല്ല റോഡിൽ മാറി ദൂരേക്ക് നോക്കിയാൽ ഈ സാധനത്തിനെ കാണാം. ആരെ? മരീചികയെ. എന്താ മരീചിക? വെള്ളമുണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതിഭാസം. അതേതാണെന്ന് വെള്ളമുണ്ടോ? ഇല്ല. അസത്യദർശനം. അതാണ് എന്ത്? അസത്യദർശനമാണത്. ഉണ്ടെന്ന് കരുതുന്നവൻ മൂഢൻ. വെള്ളം കുടിക്കണമെന്ന് അദമ്യമായ ആഗ്രഹം, എന്നാൽ കുടിച്ചേക്കാം എന്ന് കരുതി ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താണ്? വെള്ളമില്ല. അവിടെ നിന്ന് അവരിങ്ങനെ ഒരുപാട് ശ്വാസമൊക്കെ എടുത്ത് വീണ്ടും നോക്കുമ്പോൾ ദൂരേക്ക് എന്ത് ചെയ്യുകയാണ്? വെള്ളം. വീണ്ടും ഓടുന്നു. അങ്ങനെ 3 വട്ടം ഓടിക്കഴിയുമ്പോൾ ആളവിടെ മരിച്ചു വീഴും, വെള്ളം കിട്ടാതെ. അസത്യദർശനത്തെ നീ എന്ത് ചെയ്യണം? അതെന്താണെന്ന് അറിഞ്ഞു പഠിക്കണം. അപ്പോൾ ഈ മരുഭൂമിയിലുള്ള മരീചിക മാറിപ്പോകും. ആ സത്യദർശനത്തെ പഠിക്കുമ്പോൾ ഈശ്വരനിലേക്ക് നമ്മൾ അടുക്കും. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈശ്വരനിലേക്ക് പോകില്ല. അപ്പോൾ ആ സത്യത്തെയാണ് ഗുരു പറയുന്നത്. മരണമില്ല, പുറപ്പില്ല, വാഴ്വ്, പിന്നെ മനുഷ്യനല്ല, ഭൂമി ദേവന്മാരുമല്ല, ഇതൊന്നുമല്ല. പക്ഷെ നിങ്ങൾ കാണുന്നത് മരുവിലമർന്ന മരീചി നീര് പോലെയാണ്. അത് ശരിയല്ല എന്ന് പറയും. അത് ശരിയാക്കാൻ വേണ്ടിയാണ് ഗുരുവിൻ്റെ അവതാരം. അവതാരം കൊണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? ആ നെഗറ്റീവ് എനർജിയാണ് ആദ്യം അങ്ങ് കയറി പിടിച്ചത് ഗുരു. നാട്ടിലുള്ള മുഴുവൻ നെഗറ്റീവ് എനർജികളെ ഓരോന്നായി പറിച്ചെടുത്തു. ശരീരത്തിൽ ഇങ്ങനെ ദുർഗന്ധപൂരിതമായി വന്നു നിൽക്കുന്ന കുരുക്കളെയൊക്കെ എടുത്ത് ഡോക്ടർമാർ കുത്തിയെടുക്കലേ,
എന്താണ് വേരോട് കൂടി പിഴുതെടുക്കുകയല്ലേ, അതുപോലെ സമൂഹത്തിൽ എങ്ങനെ നടന്ന ഈ പറയുന്ന മുഴുവൻ നെഗറ്റീവ് എനർജികളെയും വേരോടുകൂടി പിഴുതെടുത്ത് എന്തുകൊണ്ട് ചെയ്ത് ദൂരെ കളഞ്ഞു. പകരം അവിടെയൊക്കെ ശൂന്യമാക്കിയില്ല, അവിടെയൊക്കെ ആരെ കൊണ്ടുവന്ന് വെച്ചു? പോസിറ്റീവ് എനർജി ആകുന്ന സാത്വിക ദൈവങ്ങളെ കൊണ്ടുവന്ന് വെച്ചു. ഉണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രകൃതിയുടെ സമതുലിതാവസ്ഥയ്ക്ക് ഒരു ലെവലായപ്പോൾ അതിന് മുൻപുള്ള കേരളത്തിൻ്റെ പേരങ്ങ് പോയി, എവിടെയോ പോയി. കേരളത്തിൻ്റെ പേര് ഭ്രാന്താലയം, അതെവിടെയോ പോയ വഴി പിന്നെ പുല്ലുപോലും കിടത്തില്ല. ആരെങ്കിലും പിന്നെ കേരളത്തിൻ്റെ ഭ്രാന്താലയം ഒന്ന് വിളിക്കുമോ? ഇന്നെവിടെയെങ്കിലും കേരളത്തെ എവിടെയെങ്കിലും ആരെങ്കിലും ഭ്രാന്താലയം ഒന്ന് വിളിക്കുമോ? ഒരു കേരളത്തോട് എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞവനും ഭ്രാന്താലയം ഒന്നും ആരും വിളിക്കത്തില്ല. പകരം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പുതിയ പേര് വന്നവിടെ വീണു. എന്താ കാരണം? ഈ രംഗം ശാന്തമാക്കി ഗുരു. അതാണ് ഞാൻ പറയുന്നത്, ഈ കൃതികളൊക്കെ വായിക്കുമ്പോൾ ദൈവചിന്തനം കൂടി നമ്മൾ വായിച്ചോളണം. അതിനകത്ത് അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ദൈവമേ ഇതുങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഈ ഭൂമിയിലെന്ന്? ഈ പിശാചുക്കളൊക്കെ ഉണ്ടായിരുന്നോ? ഓരോ പിശാചിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിർവചിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഈശ്വര ചൈതന്യത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഓരോരുത്തരെ കൊണ്ടുവന്നു. ആദ്യം എന്താണ് കൊണ്ടുവന്നത്? സാക്ഷാൽ മഹാദേവനെ കൊണ്ടുവന്നപ്പോൾ ഈ മഹാദേവൻ ആരാണ് എന്ന് അന്ന് വരെ അറിയില്ല. എല്ലാവർക്കും അറിയാവുന്ന എന്താണ്? ഫോട്ടോയിൽ പാമ്പും പഴുതാരയൊക്കെ ശരീരത്തിൽ ധരിച്ച് കയറ്റി വെച്ചിരിക്കുന്ന, ചിട്ടപിടിച്ച ശരീരമൊക്കെ ആയിട്ടിരിക്കുന്ന, പുലിത്തോലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു മഹാദേവൻ. അയാളെക്കുറിച്ചുള്ള കഥകൾ മാത്രമാണ്. അദ്ദേഹം പാർവതി ദേവിയുമായിട്ട് കല്യാണം കഴിച്ചു, പ്രേമിച്ച് കല്യാണം കഴിച്ചു, മക്കളുണ്ട്, ഇടക്കിടക്ക് പുള്ളി യുദ്ധത്തിലൊക്കെ പോകും. ഇങ്ങനെയുള്ള ചിത്രകഥകളിലെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഗുരു എന്ത് ചെയ്യുകയാണ്? ലോകത്തിൻ്റെ മുമ്പിൽ ശിവനെ പ്രതിഷ്ഠിക്കുകയാണ് കൊണ്ടുവന്നത്. എന്താണ്? ശിവൻ പ്രപഞ്ചത്തിലെ ആ പോസിറ്റീവ് എനർജിയെ ഒരു ആകാര രൂപത്തിൽ കണ്ടു ഗുരു. എന്താ? ശിവനെ തന്നെ വേണമെങ്കിൽ ഏതെങ്കിലും മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ വേറെങ്കിലും ദൈവത്തിനെയോ കൊണ്ടുവന്നിട്ട് ഇതാണെന്ന് പറഞ്ഞാലും നമ്മളങ്ങ് വിശ്വസിക്കും. എന്തേ ശിവനെ തന്നെ കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞാൽ ആദിമ ഗുരുവിനെ, അധ്യാപകനെ, അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഈശ്വര രൂപമാക്കി നിർത്തണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ അധ്യാപകൻ ആരാണെന്ന് ഗുരു നോക്കി. ആദ്യത്തെ അധ്യാപകൻ ശിവനാണ്. ലോകത്തെ മുഴുവനും പ്രപഞ്ച തത്വം പഠിപ്പിച്ചത് ശിവനാണ്. അതാണ് ദക്ഷിണാമൂർത്തി. ചിത്രം വടതരൂർ മൂലെ വൃദ്ധ ശിഷ്യ ഗുരു യുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യോസ്തു ഛിന്ന സംശയ. ഇതാണ് ദക്ഷിണാമൂർത്തി സ്തവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അധ്യാപകനായി അങ്ങ് വടക്കേ അറ്റത്തിരുന്നു കൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് തെക്കോട്ട് നോക്കി ഇരുന്നു കൊണ്ട് ആൽത്തറയിൽ ഇരുന്നു കൊണ്ട്, അതാണ് സനക സനന്ദ സനത്കുമാരർ മുൻമാം മുനിജനമോട് ഉപദേശമോട് മുന്നം കഴിവോട് തെക്ക് മുഖം തിരിഞ്ഞ് കല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുകയെന്ന് അതിൻ്റെ മലയാളം എഴുതി വെച്ചു ഗുരു. തെക്കോട്ട് നോക്കിയിരുന്നുകൊണ്ട് ആ ആലിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് സനകൻ സനന്ദൻ മുതലായ മഹാഋഷീശ്വരന്മാർക്ക് പ്രപഞ്ച സത്യം ഉപദേശിച്ചു കൊടുത്ത, സത്യദർശനം ഉപദേശിച്ചു കൊടുത്ത ആദ്യത്തെ ഗുരു അതാരാകുന്നു? മഹാദേവനായ ശ്രീ പരമേശ്വരൻ. ആ ശ്രീ പരമേശ്വരനെ കൊണ്ടുവന്നങ്ങ് വെച്ചിട്ട് പറഞ്ഞു, ഈ ദേവനാണ് ഏകൻ. ഏകനായൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിലേക്ക് നിങ്ങളതാ എത്തിച്ചേരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുണ്ടലിപ്പാട്ട് എഴുതിയത്. അല്ലേ? എന്താ എഴുതിയിരിക്കുന്നത് അതിനകത്ത്? ഏകൻ പദപല്ലവം ചേർന്ന് നിന്ന് ആടുവാമ്പ എന്ന് പറയുന്നുണ്ട്. അല്ലേ? നാദത്തിലുണ്ടാം നമശിവായ പൊരുൾ ആദിയിലുള്ളതറിഞ്ഞീടുവാമ്പേ എന്നും പറയുന്നുണ്ട്. ഈ കുണ്ടലിപ്പാട്ടൊക്കെ വളരെ രസകരമാണ്. ട്രെയിനിരുന്നുകൊണ്ട് കുണ്ടലിപ്പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ കുണ്ടലിപ്പാട്ടിൻ്റെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയാണ്, അയാളിങ്ങനെ SNDP-യിൽ പിന്നെ ഗുരുദേവൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് താല്പര്യമുണ്ടായി കുറച്ച് പഠിക്കുകയും ഈ പാട്ടൊക്കെ പാടുകയും കൃതികൾ ആലപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ SNDP പുതുതായിട്ട് SNDP രംഗത്തേക്ക് കടന്നു വന്ന ഒരാൾ വന്നു, പാർട്ടിക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ കുറച്ച് SNDP-യിലൊക്കെ യോഗത്തിലൊക്കെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ചിൽ വന്ന് പുള്ളിക്കാരനെ വൈസ് പ്രസിഡൻ്റാക്കി. ഇങ്ങേര് സെക്രട്ടറി. രണ്ടുപേരും കൂടി എറണാകുളത്ത് നിന്ന് പോന്നപ്പോൾ ഈ കക്ഷി ഗുരുദേവൻ്റെ കൃതികളൊക്കെ ഇവിടെ ഇടും, കാറിലിടും. എന്നിട്ടിങ്ങനെ പാടിക്കൊണ്ട് വരുമ്പോൾ കുണ്ടലിപ്പാട്ടാണ്. ആടുപാമ്പേ എന്നും പറഞ്ഞൊക്കെ പാടി പുനം തേടുപാമ്പേ എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇങ്ങനെ താളം പിടിച്ച് ചേർത്തല വന്നു. മെനിഞ്ഞാന്ന് നടന്ന സംഭവം. ചേർത്തല വന്നു. തമാശ കേട്ടോ, ചിരിച്ച് ഞാൻ ഇരുന്ന് മരിച്ചുപോയി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഈ കേട്ട നമ്മുടെ പുതിയ പാർട്ടിക്കാരനായിട്ട് വന്ന പുതിയ വൈസ് പ്രസിഡന്റ് പറയാം, കൊള്ളാം, നല്ല പാട്ട്, ഒരു ഇഴജന്തുവിനെ കുറിച്ചല്ലേ ഇങ്ങനെയൊക്കെ പാടിയിരിക്കണമെന്ന്. കുണ്ടലിപ്പാട്ടേ, എന്ത് പാട്ട്? ഒരു ഇഴജന്തുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കില്ല എന്ന്.
ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുണ്ടലിനി പാട്ട് ആടുപാമ്പേ പുനം തേടുപാമ്പേ ആനന്ദ കൂത്തുകണ്ട് ആടുപാമ്പേ എന്നൊക്കെ ഗുരുദേവൻ എഴുതി വെച്ചിരിക്കുന്നത് നാട്ടിൻപുറത്ത് ആടി നടക്കണ പാമ്പിനെ കുറിച്ചാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഈ പുതുതായിട്ട് ശാഖായോഗം പ്രവർത്തനത്തിലേക്ക് വന്ന ആൾ. അത് അദ്ദേഹത്തെ കുറ്റം പറയാൻ ഒക്കത്തില്ല. അതെന്താവുന്നു? അത് പുള്ളിയുടെ അജ്ഞത. പ്രത്യക്ഷത്തിൽ നോക്കണവന് പാമ്പായിട്ട് തോന്നും. പാമ്പാണോ അത്? അല്ല. മനുഷ്യ ശരീരത്തിലെ കുണ്ടലിനി ശക്തിയെ സഹസ്രാര പത്മത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയിലങ്ങ് പറഞ്ഞു പോവുകയാണ് ഇതെല്ലാം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർ ഈ കാര്യം പഠിക്കണം. അപ്പോൾ സത്യദർശനമാകുന്ന പ്രപഞ്ചത്തിലെ ആ ഈശ്വരനെ വ്യവച്ഛേദിച്ചു കൊടുക്കുവാൻ ശ്രീനാരായണ ഗുരു അവതാരം കൊണ്ടതുകൊണ്ട് മാത്രമാണ് ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഈ മുനമ്പ് എന്തായി മാറിയത്? ഇത്രയ്ക്ക് സാഹോദര്യത്തിൻ്റെ വിളനില ഭൂമിയായി മാറിയത് വേറെ ആരുടെയല്ല. അത് ഒരാളിൻ്റെ പ്രയത്നമാണ്. ആ ഒരാളെന്തിനു വന്നു? അതാ ഈശ്വരൻ തീരുമാനമാണ്. അതുകൊണ്ടാണ് അത് വന്ന് അതിന് പറ്റിയ ഒരു അന്തരീക്ഷം. ഏതൊരു സന്യാസിക്കും നിങ്ങളറിയാമോ, ഏതൊരു സന്യാസിക്കും 2 ജന്മമുണ്ട്. ഒന്ന് കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരുടെ പേരൊക്കെ ഇട്ടിട്ട് വളരുന്ന ഒരു ജന്മമുണ്ട്. അതാണ് പൂർവാശ്രമം എന്ന് പറയുന്നത്. സന്യാസ ദീക്ഷ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് വേറൊരു പേര്. കൊച്ചപ്പിപ്പിള്ള എന്ന് പറയുന്ന പേരുകാരനാണ് പിന്നീട് ആരായി മാറുന്നത്? ശിവലിംഗദാസ സ്വാമിയായി മാറുന്നത്. അപ്പോൾ പേര് വ്യത്യാസം ഉണ്ടാവും. ശ്രീനാരായണ ഗുരുദേവനോ ആരാ ദീക്ഷ കൊടുത്തത്? ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗുരു ആരാ? ഗുരുവിനെ ആരാ സന്യാസത്തിലേക്ക് കൊണ്ടുവന്നത്? നോക്കിക്കഴിഞ്ഞാൽ ആരെയും കാണില്ല. എന്താ കാരണം? ഈശ്വരൻ തന്നെ നേരിട്ട് വന്ന് അവതരിച്ചതാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ ദീക്ഷ ഈശ്വരനാരും ഈ ദീക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വന്നങ്ങ് വീണപ്പോൾ തന്നെ മാതാപിതാക്കൾ അറിയാതെ ഒരു പേരിട്ട് പോയി. ശങ്കരനെന്നോ പാർത്ഥനെന്നോ കരുണാകരനെന്നോ കൃഷ്ണനെന്നോ ഒക്കെ ഇഷ്ടംപോലെ പേരുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവരൊരേ ഒരു പേര് മാത്രമാണ് അവരുടെ മനോമുഖരത്തിൽ നിന്ന് നാവിൻ തുമ്പ് വന്ന് പുറത്തിയാടിയത്. ഏതാണ്? നാരായണൻ. എന്താ കാര്യം? ലോകം കണ്ട ഏറ്റവും വലിയ മഹർഷീശ്വരന്മാരിൽ 2 പേർ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ മഹർഷിമാരായിട്ട് ഭാരതീയ ധർമ്മശാസ്ത്രം അംഗീകരിക്കുന്നുള്ളൂ. അതിലൊന്നാണ് നാരായണൻ, മറ്റൊന്ന് നരൻ. അപ്പോൾ നരനാരായണന്മാരിലെ നാരായണൻ്റെ നാമധേയം മാത്രമാണ് മാതാപിതാക്കൾക്ക് നാവിൻ തുമ്പിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ പറ്റൂ. ആ നാരായണനാണ് അവിടെ നിന്നുകൊണ്ട് സന്യാസിയായി തന്നെയാണ് ജനിക്കുന്നത്, സന്യാസിയായി തന്നെയാണ് വളരുന്നത്, സന്യാസിയായി തന്നെയാണ് ജീവിതായനം പൂർത്തിയാക്കുന്നത്, സന്യാസിയായി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? യശസ്സാകുന്ന നിർവ്വാണ പദത്തിലേക്ക് കയറിയിരിക്കുന്നത്. അതിനിടയ്ക്കൊരു ചലനകൂടെ സംഭവിക്കുന്നില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ വൈലേഷൻ കാണാം നമുക്ക്. 10-30 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ യേശുദേവൻ 10-30 വയസ്സ് വരെയൊക്കെ എന്താണെന്നുള്ളത് വ്യക്തമായ ചിത്രം ആർക്കും പറയാനില്ല. ഇവിടെയൊക്കെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ രാജകുമാരൻ എന്ന ശ്രീബുദ്ധൻ എന്ത് സംഭവിച്ചു? ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസി എന്ന് പറയുന്നത് ശ്രീബുദ്ധനാണ്. ബുദ്ധൻ്റെ മതക്കാരാണ്, ബുദ്ധൻ അനുയായികളാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഈ ബുദ്ധനോളം വന്നിട്ടില്ല ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങൾ അറിയണം. ഇന്ത്യയിൽ ജനിച്ച്, ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതവർഷമാണ്. ആ ഭാരതവർഷം ഇന്നത്തെ ഇന്ത്യയല്ല, അഫ്ഗാനിസ്ഥാനും നേപ്പാളും അതിർത്തി പങ്കിടുന്ന ഇന്നത്തെ രാജ്യമല്ല, അതും കൂടി ഉൾപ്പെട്ട രാജ്യമായിരുന്നു ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് പഴയ ഭാരതവർഷം എന്ന് പറയുന്നത്. ആ ഭാരതവർഷത്തിൽ ജനിച്ചയാളാണ് സിദ്ധാർത്ഥ രാജകുമാരൻ. ഈ സിദ്ധാർത്ഥ രാജകുമാരൻ എന്ന് പറയുന്ന ആ വ്യക്തി എന്താണ് ജനിക്കുന്നത്? ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒരു സന്യാസിയായിട്ടല്ല, രാജകുമാരനായിട്ടാണ്. രാജാവ് രാജ്യം ഭരിക്കുവാൻ തയ്യാറാകണം. അപ്പം രാജ്യം ഭരിക്കുവാൻ തയ്യാറായപ്പോൾ ജാതകം എഴുതി. ശുദ്ധോദരൻ എന്ന അച്ഛൻ ജാതകം എഴുതിയപ്പോൾ ജാതകം എഴുതാൻ വേണ്ടി വരുന്നത് അസിതൻ എന്ന പേരുള്ള ആ കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞനും സന്യാസിയുമാണ്. അദ്ദേഹം വന്ന് ജാതകമൊക്കെ എഴുതി 12 രാശികളും ഗണിച്ചു. എന്നിട്ട് രാശികളൊക്കെ നോക്കിയിട്ട് മുഖത്ത് ചിരിയും സങ്കടവും അയാൾക്ക് വരികയാണ്. അപ്പം രാജസഭയിൽ രാജാവ് ചോദിച്ചു, അസിത മഹാമുനിക്ക് എന്താണ് എൻ്റെ മകനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ തലക്കുറി എടുത്തിട്ട് പറഞ്ഞു, രാജൻ, ഞാനിതിൽ കാണുന്നത് രാജ ചക്രവർത്തി യോഗവും ഞാൻ കാണുന്നുണ്ട്, സന്യാസ യോഗവും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പം ഞാൻ കാണുന്നത് ചക്രവർത്തി യോഗത്തിൻ്റെ മുകളിൽ പോയി നിൽക്കുകയാണ് ഏത്? സന്യാസ യോഗം. അതുകൊണ്ട് അങ്ങയുടെ മകൻ ലോകം കീഴടക്കും. അങ്ങ് ഉദ്ദേശിക്കുന്ന രീതിക്കായിരിക്കത്തില്ല, ആധ്യാത്മിക തലത്തിലൂടെ ആയിരിക്കും, സന്യാസിയായിട്ടായിരിക്കും ലോകം കീഴടക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ശുദ്ധോദരൻ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അസിതൻ
എൻ്റെ മകനെങ്ങനെ കണ്ട സന്യാസിയായി തെരുവിലൂടെ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവനെ ചക്രവർത്തിയാക്കണം. എൻ പ്രാണനേക്കാൾ പ്രിയമരിക്കേറും ഈ എന്നുണ്ണി എങ്ങും ബഹുമാന്യനാകണം. അവൻ എന്ത് ചെയ്യണം? ഈ രാജ്യമല്ല ഈ ലോകം മുഴുവൻ കീഴടക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിനെന്തെങ്കിലും വഴി അതിലുണ്ടോ? അപ്പോൾ അസിതൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ട്, യോഗമുണ്ട്. പക്ഷെ ആ യോഗം നടക്കൂല്ലെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധൻ്റെ ജീവിതത്തിനകത്തുകൂടി യോഗങ്ങൾ പലതും കിടക്കുന്നുണ്ട്. ചക്രവർത്തി യോഗത്തിലേക്ക് പോകണം, പക്ഷേ അത് അങ്ങ് തന്നെ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജാതകവും കൊടുത്ത് ദക്ഷിണ പോലും മേടിക്കാതെ അസിത മാമുനി ഇറങ്ങിപ്പോയി. ഈ സിദ്ധാർത്ഥ രാജകുമാരൻ്റെ ജാതകം വെച്ച് രാജാവ് ഇങ്ങനെ എപ്പോഴും ആലോചിച്ചു. എന്നിട്ട് മന്ത്രിസഭയൊക്കെ വിളിച്ചു കൂട്ടി. മന്ത്രിമാരൊക്കെ വന്നിട്ട് പറഞ്ഞു, 10-12 വയസ്സായി ചെറുക്കനെ, ടീനേജിലേക്ക് അടുക്കുകയാണ്. ഇവൻ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കണതല്ലാതെ ഒരു രാജാവിന് വേണ്ടുന്ന ഊർജമോ യോദ്ധാവെന്ന നിലയിലേക്കുള്ള പരിചയമോ ആയുധമെടുത്ത് പോരാടുന്ന പ്രത്യേകതയോ കുതിരപ്പുറത്തുള്ള യാത്രയോ ഇതൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ രാജാവ് മന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മന്ത്രിസഭ കൂടിയിട്ട് പറഞ്ഞു, എൻ്റെ മകനെ നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരും പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിദ്ധാർത്ഥ രാജകുമാരൻ, അവൻ സന്യാസിയായി പോകാനുള്ള എല്ലാ ലക്ഷണവും ഞാൻ കാണുകയാണ്. അതുകൊണ്ട് സന്യാസി ആകാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഈ മന്ത്രിമാർക്കൊക്കെ ഇന്ന് കാണുന്ന ഉപദേശകരെ പോലെയൊന്നും അല്ലേ, നല്ല മിടുക്കന്മാരായിട്ടുള്ള മന്ത്രിമാരാണ് രാജാവിനെ ഉപദേശിക്കുന്നവർ. അവരൊക്കെ കൂടി അതിലൊരുത്തനങ്ങ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു അഭിപ്രായമുണ്ട്. കുമാരൻ ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ 13ലേക്ക് കടക്കുന്നു. 13ലേക്ക് കടക്കുന്നു. ഇയാൾ വൈരാഗ്യവൃത്തികൾ മാറ്റി ധീരനും ശ്രേഷ്ഠനും യുവാവുമായി ക്ഷത്രിയനായി മാറണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറയുകയാണ്. എന്താ പറഞ്ഞതെന്നറിയാവോ? മഹീപതേ, രാജാവിനെ ഇങ്ങനെ വിളിച്ചു. മഹീപതേ പുത്രനു ചിന്തയിൽ തോന്നും ചെറിയൊരു വൈരാഗ്യവൃത്തികൾ തീർന്നുപോം സ്ത്രീകളിൽ പ്രേമമുദിക്കുകിൽ. കണ്ടോ ഉത്തരം? സ്ത്രീകളൊക്കെ ചിരിക്കുന്നു. ഞാൻ എഴുതിയതല്ലേ ഇത്. നിങ്ങൾ വിചാരിക്കും ഞാനേ തന്നെ എഴുതി കൊണ്ടുപോകുന്നത്. എന്നെ കുറ്റം പറയുന്നത്. ഇത് ശ്രീബുദ്ധ ചരിത്രത്തിലുള്ളതാണ്. അതിലെഴുതിയിരിക്കുകയാണ്, മഹീപതേ, അങ്ങയുടെ മകന് പുത്രന് ചിന്തയിൽ തോന്നും ചെറിയൊരു വൈരാഗ്യവൃത്തികൾ. ഈ ചെറിയ വൈരാഗ്യവൃത്തികളൊക്കെ തീർന്നു പോവും സ്ത്രീകളിൽ പ്രേമമുദിക്കുകിൽ. ഈ മന്ത്രി ഇത് പറഞ്ഞപ്പോൾ വേറൊരു മന്ത്രി ഉണർവോടുകൂടി ചാടി എഴുതിയിട്ട് പറഞ്ഞു, അയാളെ ഞാൻ പിന്താങ്ങുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞത് എന്താണെന്നറിയാവോ? എണ്ണമൊന്നില്ലാത്ത വത്സന്റെ ചിത്തമാം ഉണ്ണി മത്സ്യത്തെ ഒരായാസമെന്നിയേ പെണ്ണുങ്ങൾ തന്മിരട്ടേലും കടമിഴി കണ്ണികൾ കൊണ്ട് വീശി പിടിക്കാമറിയ നീ. ഒന്ന് വീശിയതാണ്, മൈക്കൊന്ന് ചരിക്കും. സ്ത്രീകളുടെ കണ്ണികൾ കൊണ്ട്, അത് വലക്കണ്ണികളാണ്. ആ വലക്കണ്ണികൾ കൊണ്ട് ഒരു പുരുഷനെ വീശിപ്പിടിക്കാം, അങ്ങയുടെ മകനെയും വീശിപ്പിടിക്കാം. മൂന്നാമതൊരു മന്ത്രി എഴുന്നേറ്റു. അവൻ അതിലും നല്ല മിടുക്കനായിട്ടാണ് പറഞ്ഞത്. എന്താണെന്നറിയാവോ? പിച്ചള്ള ചങ്ങല കൊണ്ടൊരാൾ കൂട്ടാത്ത മെച്ചമേറും മനമാം മതയാനയെ പിച്ചയായി പൂങ്കുഴൽ നാരുകൊണ്ടിങ്ങൊരു കൊച്ചു കരിമുകിൽ വേണിയാൾ കെട്ടുമേ. പിച്ചളച്ചങ്ങല കൊണ്ട് കൂട്ടാത്ത മനസ്സാകുന്ന മതയാനയാണ് രാജകുമാരന്. ആ മനസ്സിനെ കൂട്ടിയെടുക്കും രാജൻ, ഒരു പെൺകുട്ടി. അതുകൊണ്ട് കല്യാണം ആലോചിക്കണം. കല്യാണം അല്ലെങ്കിൽ പ്രേമമുണ്ടാകുന്ന വിധം ഉണ്ടാക്കിയെടുക്കണം. രാജകുമാരനോടൊപ്പം പെൺകുട്ടികളെ തോഴിമാരാക്കണം. ഇതായിരുന്നു അവരെല്ലാവരും കൂടി തീരുമാനിച്ചത്. ഒരു മനുഷ്യനെ കൊണ്ട് ഇന്ന് അബദ്ധത്തിൽ ചാടിക്കാൻ വേണ്ടി, സന്യാസിയെ ആകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗമാണ് ആ പിതാവ് ചെയ്തതെന്ന് ഓർക്കണം. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയി സിദ്ധാർത്ഥ രാജകുമാരനെ ആ രീതിക്കാക്കിയെടുത്ത് സന്യസ്ത ജീവിതം മാറ്റി ഗാർഹസ്ഥ്യനാക്കി ഭാര്യ ആക്കി കല്യാണം കഴിച്ചു കൊടുത്തും മകൻ ജനിച്ചു. അത്രയൊക്കെ ചെയ്തിട്ടാണ് ശ്രീബുദ്ധൻ പിന്നീടില്ലേ അസിതം പറഞ്ഞ പോലെ ആരായി വരുന്നത്? സന്യാസിയായി വരുന്നത്. ശ്രീനാരായണ ഗുരുദേവനോ? ഗുരുവിനെ ആരും അങ്ങനെ നോക്കാൻ. ഇതൊക്കെ ഉണ്ടായിരുന്നതേ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ. ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ പിച്ചളച്ചങ്ങല കൊണ്ടൊരാൾ കൂട്ടാത്ത മെച്ചമേറും മനമാം മതയാനയെ വാരിയെടുക്കാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകൾ അന്നുമുണ്ട് കേരളത്തിൽ. നേപ്പാളിൽ മാത്രമല്ല, കപിലവസ്തുവിൽ മാത്രമായിരുന്നില്ല, അന്നുമുണ്ട് ഇന്നുമുണ്ട്. പുരുഷനെ എവിടെ മാറി നിന്നാലും ആ പുരുഷനെയൊക്കെ നോക്കി എറിഞ്ഞ് വീഴ്ത്താൻ കെൽപ്പുള്ളത്. വൈശാലി എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്, എല്ലാവരും കാണണം. ഈ സീരിയലൊക്കെ മാത്രം കണ്ടാൽ പോരാ. അതിനകത്ത് രാജ്യത്ത് മഴ പെയ്യിക്കാൻ ഋഷ്യശൃംഗൻ എന്ന് പേരുള്ള മഹർഷിയെ കൊണ്ടുവരണമെന്ന് പറയുന്നു ഒരു രംഗമുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ലോമപാതൻ എന്ന് പറയുന്ന മഹാരാജാവ് അയാൾ പറയുകയാണ്, നമ്മുടെ ചതുരംഗവാഹിനി പോട്ടെ, MDയുടെ ആണ് തിരക്കഥ.
ചതുരംഗവാഹിനി പോട്ടെ, മുഴുവൻ പടയും പോട്ടെ, ചെന്നിട്ട് ഋഷ്യശൃംഖനെ കൊണ്ടുവരട്ടെ. അപ്പോൾ എല്ലാ പടയും തയ്യാറാകുമ്പോൾ നെടുമുടി വേണു എന്ന് പറയുന്ന ആ രാജഗുരുവിൻ്റെ ഒരു കഥാപാത്രം തലമൊട്ടയൊക്കെ ഇങ്ങനെ തടകിക്കൊണ്ട് അയാൾ വന്നിട്ട് രാജാവിനെ വിളിക്കുന്ന രാജാവേ എന്നല്ല, മൂഢ എന്നാണ് വിളിക്കുന്നത്. ഹേ മൂഢ, താൻ എന്തറിഞ്ഞാണ് ഈ പറയുന്നത്? കരിമ്പാറക്കെട്ടുകളെ കാവലർത്തി തപശക്തിയുടെ ശക്തി കൊണ്ട് സ്വന്തം മകനെ സംരക്ഷിച്ചു ചേർത്തിരിക്കുന്ന വിഭാണ്ഡകൻ എന്ന മഹർഷിയുടെ മുമ്പിൽ നിന്റെ ചതുരംഗവാഹിനി ഭസ്മമായി പോകും, ഭസ്മം. അതുകൊണ്ട് ഹേ രാജൻ, കരബലവും ആയുധശക്തിയും തോൽക്കുന്നിടത്ത് വിജയിക്കുന്ന ഒന്നുണ്ട്. അപ്പം ചോദിച്ചു, എന്താണ്? അങ്ങനെ വിജയിക്കുന്നതാണ് ആര്? സ്ത്രീ. കേട്ടോ, എൻ്റെ ഉപയോഗിക്കണം. നിങ്ങളൊക്കെ ആരാന്നാ വിചാരം? കരബലവും ആയുധശക്തിയും തോൽക്കുന്നിടത്ത് ആര് വിജയിക്കും? സ്ത്രീ വിജയിക്കും. അതുകൊണ്ട് സുന്ദരിമാരെ വിടണമെന്നാണ് പറയുന്നത്. വിഭാണ്ഡകൻ്റെ തപശക്തിയെ തോൽപ്പിച്ച് പെണ്ണുങ്ങൾ ആരെയും കൊണ്ടുപോകുന്നു? ഋഷ്യശൃംഖനെയും കൊണ്ടുപോകുന്ന കഥയാണ് ഈ വൈശാലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഗുരുദേവൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഗുരു എന്തായിരുന്നു? നൈഷ്ഠിക ബ്രഹ്മചര്യത്തോടുകൂടി കളങ്കമേശാതെ എന്ത് ചെയ്തു? തൻ്റെ ജീവിതയാത്ര ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതെന്താ കാരണം? ആ സന്യസ്ത ജീവിതം. നാരായണ മഹർഷി എന്ന മഹാബ്രഹ്മചാരി, ആ ബ്രഹ്മചാരിയുടെ ബ്രഹ്മചര്യം ഇളക്കുന്നതിന് വേണ്ടി സാക്ഷാൽ ദേവേന്ദ്രൻ, തിലോത്തമ, മേനക, അല്ലേ? ഉർവശി, രംഭ, തിലോത്തമ, മേനമാരിൽ രംഭ, തിലോത്തമ, മേനക 3 സ്ത്രീകളെയാണ് വിട്ടത്. നാരായണ മഹർഷിയുടെ മുമ്പിൽ കിടന്നവർ നൃത്തമാടി, ലാസ്യമനോഹരമായ നൃത്തമാടിയപ്പോൾ ഇടയ്ക്ക് കണ്ണു തുറന്ന് നാരായണ മഹർഷി നോക്കുമ്പോൾ സുന്ദരിമാർ നൃത്തം ചവിട്ടുന്നു. ഉടനെ നാരായണ മഹർഷി തൻ്റെ ഇടത്തെ തുടയിൽ ഇങ്ങനെ അടിച്ചു ചിരിച്ചുകൊണ്ട് ആ തുടയിൽ നിന്ന് ഈ 3 പേരിലും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി പുറത്തു വന്നു. ഉരുവിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവൾക്ക് ആ നിമിഷം തന്നെ നാമകരണം കൊടുത്തു നാരായണ മഹർഷി. എന്നിട്ട് പറഞ്ഞു, ഇവളാണ് ഉർവശി. ഹേ ദേവേന്ദ്ര, ഇത്രയും ദേവേന്ദ്രൻ നോക്കുമ്പോൾ 3 പെണ്ണുകളെക്കാളും അതീവ സുന്ദരിയായിട്ട് ആര് നിൽക്കുന്നു? ഉർവശി നിൽക്കുന്നു. അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, ദേവേന്ദ്ര, ദാ ഇതെൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിൽ ഇത്രയ്ക്ക് സൗന്ദര്യം വെച്ചുകൊണ്ട് ഞാനിവിടെ ഇരുന്നത് അതിൻ്റെയും മുകളിലുള്ള എൻ്റെ തപശ്ചര്യ കൊണ്ടാണ്. അതിനെ തകർക്കാൻ നീ നിൻ്റെ ഈ 3 പെണ്ണുങ്ങളുമായിട്ട് വന്നിട്ട് കഥയില്ല. വേണമെങ്കിൽ ഇവളെ കൂടി വേണമെങ്കിൽ നീ എടുത്തോ, പക്ഷേ എൻ്റെ അടുക്കൽ വരരുത് എന്ന് നാരായണ മഹർഷി പറഞ്ഞു അത്രേ. അങ്ങനെയുള്ള തപശ്ചര്യ കാത്തു സൂക്ഷിച്ച നരനാരായണന്മാരില്ല നാരായണനാണ് മനുഷ്യാവതാരം കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ആര്? നാരായണ ഗുരുവായി. ആ നാരായണ ഗുരു എന്ത് ചെയ്തു? തൻ്റെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചത് ആ സന്യസ്ത ധർമ്മമായി. ആ സന്യസ്ത ധർമ്മത്തിൻ്റെ എന്താണ്? പ്രകൃതിയുടെ എന്താ പറയുക, യശസ്സിൻ്റെ നിർവാണപഥത്തിലേക്ക് കയറിയ ആ പുണ്യദിനത്തിലാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നിസ്സാരമല്ല ഇതൊന്നും. കേവലം ഒരു മനുഷ്യനായി, ഒരു സമുദായ നേതാവായി, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി ഗുരുവിനെ മാറ്റുന്നവരോട് നമുക്ക് എന്താ പറയുക, അവരോട് നമുക്ക് സങ്കടമേ മാത്രമേ ഉള്ളൂ, സഹതാപം മാത്രം. അതിനും അപ്പുറത്തുള്ള ആ ഗുരുവിനെ പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പൂർണ്ണമായ രീതിയിലേക്ക് കടന്നു വരുന്നത്. ആരും പോയി ഗുരു എങ്ങും പോയി കണ്ടില്ലല്ലോ. എല്ലാവരും ഗുരുവിനടുത്ത് വന്ന് കാണുകയല്ലേ ചെയ്തത്, അല്ലേ? എല്ലാവരും വന്ന് കാണുകയാണ് ചെയ്തത്. രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിലും മഹാത്മാഗാന്ധി ആണെങ്കിലും CF ആൻഡ്രൂസ് ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ വന്ന് കാണുകയാണ്. കാണുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ തെളിഞ്ഞത് എന്താകുന്നു? അവർക്ക് മനസ്സിലായത് അവരെഴുതി വെച്ചു. അതുകൊണ്ടാണ് കുമാരനാശാൻ എഴുതിയത് എന്താണ്? എല്ലാവർക്കും ഒരുപോലെ തോന്നണമെന്നില്ല. സദ്യോഗീന്ദ്രന്മാർക്ക് യോഗീശ്വരൻ, വൃദ്ധന്മാർക്കൊക്കെ വൃദ്ധൻ, ബഹുവിലസിതമാം ഹന്ത ബാലർക്ക് ബാലൻ, അല്ലേ? ജ്ഞാനികൾക്കൊക്കെ ജ്ഞാനി വര്യൻ എന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും നോട്ടത്തിൽ. അപ്പം നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ യോഗീന്ദ്രപദത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ യോഗീന്ദ്രന്മാരാകണം. അതാണ് സദ്യോഗീന്ദ്രന്മാർക്ക് യോഗീന്ദ്രൻ, യോഗീശ്വരൻ. യോഗവിദ്യ പഠിക്കുന്നവർക്ക് മാത്രമേ യോഗീശ്വരനായിട്ട് ആരും തോന്നുകയുള്ളൂ? ശ്രീനാരായണ ഗുരുദേവനൊക്കെ തോന്നുകയുള്ളൂ. ജ്ഞാനികൾക്ക് സകല ജ്ഞാനിനാം ജ്ഞാനിവര്യൻ, അറിവുള്ളവർക്കൊക്കെ അറിവുള്ളവരിൽ വെച്ചൊരു ശ്രേഷ്ഠൻ മാത്രമാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗുരുദേവ കൃതികളിലൂടെ, ഗുരുവിൻ്റെ ദർശനത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് ചെല്ലണം. അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടും ഗുരു നമുക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വീടെന്താവണം, ഒരു വൈവാഹിക ബന്ധത്തിൻ്റെ പൊരുത്തത്തിന് കാരണമെന്ത്,
എന്നെല്ലാം ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. മദ്യത്തെക്കുറിച്ച്, മയക്കുമരുന്നിനെക്കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് ഗുരു പറഞ്ഞു. ഉടനെ നമ്മൾ അതിനൊരു വ്യവച്ഛേദം വരുത്തി. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലത്തെ മദ്യം എന്ന് പറയുന്നത് കള്ളാണ്, വേറെ മദ്യമൊന്നുമില്ല. അപ്പോൾ കള്ള് ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുത്. മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നാണ് പറഞ്ഞതെങ്കിലും നമ്മളതൊന്നുകൂടി മാറ്റി കഴിഞ്ഞിട്ട് കള്ള് ചെത്തരുത്, കുടിക്കരുത്. ഗുരുദേവൻ ആകെ പറഞ്ഞിരിക്കുന്നത് കള്ളിനെക്കുറിച്ച് മാത്രമാണ്. മയക്കുമരുന്നിനെക്കുറിച്ചോ കഞ്ചാവിനെക്കുറിച്ചോ ഇപ്പോഴത്തെ കാണുന്ന കുഴപ്പങ്ങളെക്കുറിച്ചോ ഗുരു ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ തെറ്റാണ്. 105 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ന് കാണുന്ന മദ്യത്തെക്കുറിച്ച്, ഇന്ന് കാണുന്ന കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളെക്കുറിച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ട് എഴുതിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിന് എഴുത്ത് വായിക്കണം ഗുരുവിൻ്റെ. ശ്രീനാരായണ ധർമ്മത്തിൽ ഇന്ന് കാണുന്ന മദ്യത്തെ പോലും അന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗുരു. എന്താണ്? സുരാഹി ഭേന വിജയ ധൂമപത്രാദി വത്സല ചിത്തഭ്രമാൻ വിധേയത്വ മദ്യത്തെ എനിക്ക് ഗണ്യതയെന്ന് എഴുതി വെച്ചിട്ട് 105 കൊല്ലം. ആ 105 കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്യത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഗുരു. സുര എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കുടിക്കുന്ന നമ്മുടെ സാധാരണ മദ്യങ്ങളെല്ലാം സുരം, ഒഴിച്ചു കുടിക്കുന്നത്. അതെല്ലാം കള്ള് മുതൽ അങ്ങേ തലക്കലുള്ള മുന്തിയ മദ്യങ്ങൾ വരെ, ബ്രാൻഡിയായും വൈനായും അല്ലേ, പലതുണ്ടല്ലോ. ഇതെല്ലാം ഒഴിച്ചു കുടിക്കുന്ന മദ്യം, അതെല്ലാം സുരം. സുരം. അടുത്തത് ഭേനം. ഭേനം എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ് അർത്ഥം. നമ്മളെ ഒരു കൊച്ചു തുള്ളി കറുപ്പ് മതി ചൈനക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു മയക്കുമരുന്നാണ്. ആ കറുപ്പെടുത്ത് നമ്മുടെ നാക്കിൻ്റെ തുമ്പിലേക്കൊന്ന് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പറന്നു പോകും പോലെ തോന്നുമെന്നാണ് കറുപ്പ് കഴിച്ചിട്ടുള്ളവർ പറയുന്നത്. എനിക്കറിയില്ല, അവരിങ്ങനെ സഞ്ചരിക്കും, പോകും. അപ്പോൾ എവിടെയെങ്കിലും തലകുത്തി വീഴും, അത് വേറൊരു കാര്യം. അപ്പോൾ കറുപ്പ്. അപ്പോൾ സുര, ഭേന, വിജയം. വിജയം എന്ന് പറഞ്ഞാൽ കഞ്ചാവാണ്. അപ്പോൾ കഞ്ചാവ് വലിയൊരു ഘടകമാണ്. ഇത് കഴിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ വേദനയൊക്കെ മാറും. അതാണ് ഈ കൂടുതൽ വേദനയൊക്കെയുള്ള ആൾക്കാർ ഈ സാധനമൊക്കെ കഴിക്കുമെന്നാണ് പറയുന്നത്. അട്ടപ്പാടിയിൽ ഞാനൊരിക്കൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു മഹാവൈദ്യന് ക്യാൻസറിന് മരുന്ന് കാണുന്ന ആളാണ് അട്ടപ്പാടിയിലെ വൈദ്യര്. അയാൾ ഗംഭീരമായൊരു മണിസൗധം അവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരികിലൂടെ പോകുമ്പോൾ അവിടെയുള്ള ആളോട് ഞാൻ ചോദിച്ചത്, എന്താണ് ഇത്രയും വലിയ വീട്, ഈ വൈദ്യൻ എങ്ങനെ കാശുണ്ടായി? അയാൾ ക്യാൻസറിന് മറുമരുന്ന് കണ്ടുപിടിച്ച ആളാണ്. അയാളുടെ മരുന്ന് കഴിച്ചിട്ട് പലരും ശാന്തരായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത്, എങ്ങനെ രക്ഷപ്പെടും? ക്യാൻസർ മാരകമാണെങ്കിലും കുഴപ്പമില്ല സാറേ, ഇവിടെ വന്നാൽ മതിയല്ലോ. എന്നിട്ട് അയാൾ പതുക്കെ പറഞ്ഞു, സാറിതെന്നും പറഞ്ഞ് സാറിന് ആൾക്കാർക്ക് ആരെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടും ചികിത്സിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ? അയാൾ കലക്കി കൊടുക്കുന്നത് കഞ്ചാവാണെന്ന്. അപ്പോൾ അട്ടപ്പാടിലൊക്കെ ഇഷ്ടംപോലെ കഞ്ചാവുണ്ട്. ഇതിടിച്ച് പിഴിഞ്ഞ് നീരാക്കി ഈ വൈദ്യം കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ കിടക്കപ്പായെ കിടന്ന് ജരിപിരി കൊള്ളുന്ന ക്യാൻസർ രോഗിയുടെ അടുക്കളയൊക്കെയാണെങ്കിൽ 8 കണക്കിന് കഞ്ചാവ് ശരീരത്തിൽ ചാടി എഴുന്നേക്കും. എന്ത് ചെയ്യും? അവരത് ചിരിക്കും, വേദനയൊക്കെ പോകുമല്ലോ. ഇത്രയുള്ള കാര്യം. അപ്പോൾ ഇത് സുര, ഭേന, വിജയ. എന്നിട്ട് ഗുരു അടുത്ത് എഴുതി വെച്ചിരിക്കണമെന്ന് നോക്കണം, ധൂമപത്രം. എന്താണ് ധൂമം? പുക. പത്രം ഇല. എന്താ? നമ്മുടെ ഈ പുകയില്ലേ, നമ്മുടെ ഈ പിള്ളേർ വെക്കണ ഹാൻസേ, ഇതിൻ്റെ ചേട്ടനാണ് ആര്? പുകയില. പുകയിലയുടെ പരിഷ്കൃത രൂപമാണ് ഇത്, ഹാൻസ്. പുകയില ഇടിച്ച് പൊടിച്ച് പരുവപ്പെടുത്തി എടുത്ത് നല്ല തരിമണി പോലെയൊക്കെ ആക്കിയിട്ട് അതിനകത്തേക്ക് ഈ കുപ്പിച്ചില്ലുണ്ടല്ലോ, കുപ്പിച്ചില്ലും കൂടി പൊടിച്ച് ചേർത്ത് അങ്ങ് രൂപപ്പെടുത്തിയെടുത്ത് മനോഹരമായിട്ടുള്ള കവറിലാക്കി കൊണ്ടുവന്ന് അങ്ങനെ തൂക്കിയിട്ട് കഴിയുമ്പോൾ ചെന്ന് നമ്മളിത് വാങ്ങിക്കുന്നു നമ്മുടെ മക്കൾ. എന്നിട്ട് ഇത് കീറിയിട്ട് അതിനകത്ത് ഇതെല്ലാം കൂടി എടുത്ത് കയ്യിൽ വെച്ച് ഒന്നുകൂടി തിരുമി വെക്കുന്ന സ്ഥലം നിങ്ങൾ ഓർക്കണം. ഈ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും കൂടി ഇടക്കാണ് ഏറ്റവും മാർദ്ദവമേറിയ സ്ഥലം. അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ഉമിനീരും കൂടി ചെന്നിട്ട് ഇവരെല്ലാം കൂടി അവിടെ കിടന്നത് പ്രണയപൂർവ്വം ലയിച്ച് എന്ത് സംഭവിക്കും? ഈ കുപ്പിച്ചില്ലിൻ്റെ ചെറു തരികളുണ്ടല്ലോ നമ്മുടെ ഈ മൃദുലമായ സ്ഥലങ്ങളിലേക്ക് ചെന്നങ്ങ് ഇറങ്ങും. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ദ്വാരം ആകും. ആ ദ്വാരത്തിനകത്തേക്ക് ഉമിനീരിനൊപ്പം പുകയിലയുടെ നീരും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. ഓ, ആ പരമാനന്ദം, ആ പരമാനന്ദ രസത്തിലാണ് നമ്മുടെ പുതിയ തലമുറ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ കുറേ നാൾ രസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ട്, ഈ കഴിക്കുന്നവൻ്റെ ചുണ്ട് കോളിഫ്ലവർ പോലെ വരും. കോളിഫ്ലവർ നല്ല പൊട്ടി വിരിഞ്ഞ് നിൽക്കത്തില്ലേ, അതുപോലെ വരും. അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യുന്നു? ഇതിനൊക്കെ നികുതി മേടിക്കാൻ വേണ്ടി പാവപ്പെട്ട സർക്കാർ അതിൻ്റെ പുറത്ത് ഈ കോളിഫ്ലവർ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ക്യാൻസറിൻ്റെ ദുർഗന്ധം വമിക്കുന്ന രൂപം പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ എടുത്തു ഇതിൻ്റെ പറഞ്ഞു, നിങ്ങളിത് വലിച്ചാൽ, നിങ്ങളിത് കഴിച്ചാൽ ഇതുപോലെയാകും, ഞങ്ങളെ കുറ്റം പറയല്ലേ എന്നാണ് ആര് പറയുന്നത്? ഗവൺമെൻറ്. നിങ്ങൾ സിഗരറ്റ്, ഈ വഴി കിടക്കുന്ന സിഗരറ്റിൻ്റെ കൂടെ കിടന്ന് നോക്കണമെന്നേ. അതിൻ്റെ ആ പുറത്ത് കാണുന്ന രംഗം,
എന്നുവെച്ചാൽ ഒരു കാരണവശാലും ഭരിക്കുകയില്ല, ഒരു കാരണവശാലും തുടത്തില്ലാത്ത രീതിക്കാണ്ടിരിക്കുക. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊക്കെ മാറ്റിയിട്ടാണ് ഈ രംഗത്തേക്ക്. ഇത് ഗുരുദേവനങ്ങ് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതാണ് ധൂമപത്രം. ഈ ധൂമപത്രം എഴുതിയിട്ട് മാത്രമാണ് ഗുരു വേദനയോടുകൂടി വിളിച്ചു പോയത് വത്സല എന്ന്. സുരാഹി ഭേന വിജയ ധൂമപത്രാദി എന്ന് എഴുതിയിട്ട് വത്സല എൻ്റെ മകനെ എന്ന് വിളിച്ചിട്ട് ഗുരുവിൻ്റെ അവസാനം എഴുതി വെച്ചിരിക്കുക ചിത്തഭ്രമാൻ വിധേയത്വ. ഇതെല്ലാം നിനക്ക് മനസ്സിന് ഭ്രമമുണ്ടാക്കുന്നതാണ്, ചിത്തഭ്രമത്തിന് കാരണമാകുന്നതാണ്. നിന്റെ മനസ്സ് നിന്നെയല്ല വേറെ ഭരിക്കപ്പെടും. അവിടെ പലതും നിനക്ക് കാരണമാകും. നീ ഒരു കൊലപാതകിയാകും, നീ ആരാകും, ഒരു പീഡകനാകും, നീ ആരായി മാറും, നീ ലോകത്തിലെ ഏറ്റവും കൊടും ക്രിമിനൽ കുറ്റവാളിയായി മാറും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ വത്സല നീ ആ വഴിയെ പോകരുതേ എന്ന് ഗുരു പറഞ്ഞു. ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ വാക്കുകൾ ഈ മനോഹരമായ സ്തോത്രങ്ങളുടെ ഇടയ്ക്കൊന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെവിടെ കൂടുമ്പോഴും നമ്മൾ കൂടുതലും പ്രായം ചെന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, 90% ഒരു മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? നിങ്ങളെന്ത് കേൾക്കാൻ വന്നിരിക്കും? വല്ല കാര്യത്തിനുമാണ്. 50 കഴിഞ്ഞാൽ പിന്നെ CC അടഞ്ഞവരാണെന്നേ നമ്മൾ. ഞാനും 50 കഴിഞ്ഞ് നിൽക്കുക. പിന്നെ എപ്പോഴാണ് കയറി വിളിക്കണമെന്ന് ചോർത്തൊക്കെ നമ്മൾ വിചാരിക്കണേ ഇങ്ങനെ തന്നെ അങ്ങ് പോകുമെന്ന് കരുതിയിരിക്കുകയാണല്ലേ. ഇപ്പം ഈ ഇരിക്കണ ഇരിപ്പിലും നിൽക്കണ നിപ്പിലും ഒക്കെ ആൾക്കാരെ കണ്ട് ചടപറവെന്ന് പറഞ്ഞ് വീണണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഭയക്കണം നമ്മൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ ഇതുപോലുള്ള രംഗങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് അവർക്ക് പകർന്നു കൊടുക്കണം. ഇതേ ഗുരുദേവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗുരുദേവൻ മത്സലാന്ന് വിളിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എന്തൊരു വിശദീകരിച്ചങ്ങ് കൊടുക്കണം. അപ്പോൾ അവർ പറയും എൻ്റെ ദൈവമേ ഞാനിനിയില്ലേ എന്ന് പറയും, ആ വഴിക്കില്ലേ എന്ന് പറയും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശ്രീനാരായണീയരാകുന്നത്. എന്തോ ഗുരുദേവനത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഗുരുവിൻ്റെ കാലഘട്ടത്തിലപ്പോൾ മദ്യം എന്ന് പറഞ്ഞ കള്ള് മാത്രമായിരുന്നു. എന്തൊക്കെയായി? സുര, ഭേന, വിജയ, ധൂമപത്ര, ഇതെല്ലാം പറഞ്ഞിട്ട് ഗുരു പറയും ഇതെല്ലാം മദ്യമായി ഗണിക്കണം, അല്ലാതെ ഞാൻ പറയുന്ന കള്ള് മാത്രമല്ല എന്ന് സുന്ദരമായിട്ട് എഴുതി വെച്ചു. നമ്മളത് പഠിക്കണം അല്ലേ? വീടിൻ്റെ രൂപം അല്ല, വീടിൻ്റെ മനോഹരമായ വീടിൻ്റെ ഈ എന്താ പറയുക വിപ്ലവം സൃഷ്ടിക്കുകയാണ് നമ്മളിപ്പോൾ. വീടിൻ്റെ കാലത്ത് ഏറ്റവും വലിയ മണിമന്ദിരമൊക്കെ സൃഷ്ടിക്കുമ്പോൾ വീടെന്താണ് എന്ന് ഗുരുവാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരു വീട് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. എന്താണ് വീട്? എങ്ങനെയായിരിക്കണം വീട്? ഗംഭീരമായ വീടായിരിക്കണം. ഗുരുദേവന് എഴുതുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, നമ്മൾ ആ കാലഘട്ടത്തിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വീടിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മനോഹരമായ വീട് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, പുതിയൊരു പ്ലാൻ ഇട്ട് കൊടുക്കും. എന്നാൽ ഗുരുദേവന് എഴുതുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ വീടുകൾ എന്തായിരുന്നു? വൃത്തവും കോണും ചതുരവുമില്ലതിൽ എത്തി നോക്കിയിട്ടില്ല ശില്പിതന്ത്രം എന്ന് കുമാരനാശാൻ എഴുതി വെച്ചിരിക്കുക. വണ്ണം കുറഞ്ഞൊരു 2 ജാൻ പൊക്കത്തിൽ മണ്ണ് ചുവരുണ്ടകത്തു ചുറ്റും കോണും മുഴകളും തീർത്തിട്ടില്ലായതിൽ കാണുന്നു കൈവിരൽ പാടുപോലും. ദയനീയമായ കേരളത്തിലെ വീടിൻ്റെ ചിത്രമാണ് ചിന്നസ്വാമിയായ ആശാൻ വരച്ച് കാണിച്ചിരിക്കുന്നത്. മേസരിയുടെ കൈവിരൽ പാടുപോലും കാണാവുന്ന വീടുകൾ. ആ വീടുകളിലെ അന്തരീക്ഷത്തിലിരുന്നുകൊണ്ടാണ് ഗുരു പറഞ്ഞത് വീടെന്തായിരിക്കണമെന്നുള്ളത്. എന്താണ് വീട്? അന്തഃസൂര്യാംശു സമ്പാദ ശുദ്ധവായു സമാശ്രയ അശുചിദ്രവ്യ നിഷ്കാസ സർവതോ നിത്യമാർജനം. കണ്ടോ വീട് എങ്ങനെയായിരിക്കണമെന്ന്? അന്തഃസൂര്യാംശു സമ്പാദ. ഗുരു പറഞ്ഞാണ് നീ വീട് വെച്ചോ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ വീടിനകത്തേക്ക് ആര് കടന്നു വരണം? സൂര്യരശ്മികൾ കടന്നു വരണം. എന്താ സൂര്യരശ്മികൾ കടന്നു വരാൻ കാര്യം? സൂര്യനാണ് പ്രത്യക്ഷ ദൈവം. സൂര്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ, വൈദ്യൻ. ആ സൂര്യനല്ലാത്ത ഊർജം ലോകത്തിൽ ഒരു മൂർത്തിക്കുമില്ല. ആദികാവ്യമായ രാമായണത്തിലെ ദേവനാര് എന്ന് ചോദിച്ചാൽ ഇന്നലെ വരെ നിങ്ങൾ പറയും രാമനെന്നാണ് പറയുന്നതെങ്കിൽ ഇന്നും പറയും ദേവൻ രാമനെന്നാണെങ്കിൽ മാറ്റിക്കോളൂ. രാമായണത്തിലെ ദേവൻ രാമനല്ല. രാമായണത്തിലെ ദേവൻ ആരാണ്? ആദിത്യനാണ്, സൂര്യനാണ്. രാമരാവണ യുദ്ധം നടക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ രാവണനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട് താഴേക്ക് പതിക്കുന്ന രാമനെ രാമായണത്തിൽ കാണാം. ഈ അവതാരമൂർത്തിയെ തോറ്റ് തൊപ്പിയിടാൻ പോയി നിൽക്കുന്ന മനുഷ്യൻ. കാരണം എന്താ? അപ്പുറത്ത് ബ്രഹ്മവിദ്യ പഠിച്ച, യോഗവിദ്യ പഠിച്ച,
താന്ത്രിക വിദ്യ പഠിച്ച 18 കലകൾ പഠിച്ച ബിരുദാനന്തര ബിരുദധാരിയാണ് അപ്പുറത്തേക്കുന്നത് ആര്? രാവണൻ. ആ രാവണനോടാണ് രാമൻ ഏറ്റുമുട്ടുന്നത്. നിസാരനല്ല, തോറ്റുപോകുമെന്നുള്ള കണ്ടപ്പോൾ ഒറ്റൊരു ആ ഭാരതം കണ്ട ഏറ്റവും വല്ല വൈദ്യശ്രേഷ്ഠരായ അഗസ്ത്യമുനി വന്ന് നിൽക്കുകയാണ് രാമൻ്റെ അരികെ. പറഞ്ഞ്, രാമ, നീ ഈ യുദ്ധം ജയിക്കണമെന്നുണ്ടെങ്കിൽ, നിന്റെ മനസ്സൊന്ന് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ ആ ഉദിച്ചു നിൽക്കുന്ന ആ സൂര്യൻ്റെ ഊർജം നിനക്ക് വേണം. ആ സൂര്യൻ്റെ ഊർജത്തിന് വേണ്ടി ഞാൻ നിനക്കൊരു മന്ത്രം ഉപദേശിച്ചു തരാം. അതാണ് ആദിത്യ ഹൃദയ മന്ത്രം. അത് നീ ജപിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇവനുമായിട്ട് യുദ്ധം ചെയ്യാൻ. ഈ ഇതിലെ യുക്തി എന്താണെന്നറിയാവോ? പ്രപഞ്ചത്തിൻ്റെ ഊർജം ആദിത്യനാണ്. ആദിത്യനെന്ന സൂര്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. ആ ഊർജവും ഏറ്റുവാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൂര്യനെ പഠിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. ആ ഊർജം എന്താണെന്ന് പഠിക്കണം. അതിന് ആദിത്യ ഹൃദയമന്ത്രം എന്ന് പറഞ്ഞൊരു പേരൊക്കെ ഇട്ടിട്ട് അങ്ങ് കൊടുക്കുകയാണ്. അതിനകത്ത് ആ സൂര്യൻ്റെ രശ്മികളെക്കുറിച്ച് അഗസ്ത്യം പറഞ്ഞു കൊടുക്കുന്ന രാമനങ്ങ് വായിക്കുന്നുണ്ട് ഗംഭീരമായിട്ട്. എന്താണെന്നറിയാമോ? ശാന്തായ രൗദ്രായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ നമഃ. സൂര്യൻ്റെ രശ്മികളുടെ പ്രത്യേകത ഉണ്ടോ? എന്താണ് പ്രത്യേകത? ശാന്തായ രൗദ്രായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ നമഃ. സൂര്യരശ്മികൾ വന്ന് പതിക്കുന്ന രംഗം ആദ്യം ശാന്തമായിരിക്കും. ഉദയസൂര്യൻ്റെ രശ്മികൾ ശാന്തം. പിന്നെ അതെന്ത് പറ്റും? രൗദ്രമാകും. ഉച്ച നേരമായി കഴിയുമ്പോൾ എന്താകും? ഘോരമാകും. അതാണ് ശാന്തായ രൗദ്രായ ഘോരായ. അസ്തമയ സൂര്യത്തോ നല്ല സുന്ദരമായ കാന്തിമതാം ഉണ്ടോ? കാന്തിരൂപായ നമഃ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സാഷ്ടാംഗം വീണിട്ടാണ് വില്ലെടുത്ത് കുലച്ച് രാമൻ രാവണനെ കൊല്ലുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യക്ഷ ദൈവമായ സൂര്യനെ നീ നിന്റെ വീടിനകത്തേക്ക് കയറ്റണമെന്നാണ് ആരെഴുതി വെച്ചത്? ഗുരു. അതാണ് അന്തസൂര്യാംശു സംവാദ. അപ്പോൾ വീടിനകത്തേക്ക് സൂര്യനെ കയറ്റണം. നമ്മളീ പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് ആദ്യത്തെ ഹൃദയമന്ത്രമൊക്കെ മനസ്സുണ്ടെ ചൊല്ലിയാൽ മതി. ഒറ്റ കാര്യം ചെയ്താൽ മതി, വീടിൻ്റെ വാതിലും ജനലുകളും അവിടെ പകൽ സമയം തുറന്നിട്ടേക്കണം നമ്മളുള്ളപ്പോൾ. ഇനി ഇല്ലാത്ത സമയത്തും തുറന്നിടണമെന്നും പറഞ്ഞ് ഞാൻ ഇതും പറഞ്ഞു പോകും. ഇല്ലാത്ത സമയത്ത് അദ്ദേഹം മനോജ് സാറ് വന്ന് പറഞ്ഞു തുറന്നിട്ടു, കള്ളന്മാര് കയറി അതും ഇതും എടുത്തിട്ട് പോയി. ആ കൊച്ചിനെ പ്രഭാഷകനെ ഇങ്ങോട്ട് വിളിയെന്നും പറഞ്ഞ് നിങ്ങളുള്ളപ്പോൾ നിങ്ങൾ ചെയ്തേക്കണം, വീടിൻ്റെ വാതിലുകളും ജനലുകളും തുറന്നിട്ടേക്കണം. ആ, ഇല്ലാത്തപ്പോൾ അടച്ചിട്ടേക്കണം. ഇതിപ്പോൾ ഉള്ളപ്പോഴും തുറന്നിരിക്കില്ല. പുതിയ വീടുകളെ കണ്ടിട്ടില്ലേ? എല്ലാവരും ജനലൊക്കെ അടച്ചിട്ടിരിക്കണത്, വാതിലും അടച്ചിട്ടിരിക്കുക. എന്നിട്ട് കോളിംഗ് ബെല്ലെന്നും പറഞ്ഞൊരു സാധനമുണ്ട്. പണ്ടത്തെ കാലത്ത് കോളിംഗ് ബെല്ലൊന്നും ഇല്ല. ആൾക്കാർ വന്ന് അകത്ത് കയറിയിട്ടാണ് ചോദിക്കുന്നത്, ജാനകി അകത്തുണ്ടോ അല്ലേ? ആ കർണാടക കസേരയിൽ ഇരിക്കുകയാണോ എന്നൊക്കെ. എന്താ അന്നത്തെ കാലത്ത് ആത്മബന്ധങ്ങളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, പുറത്ത് വെക്കും. എന്നിട്ട് വേറൊരു പരിപാടി, ഒരു പ്രധാന വാതിലിനകത്ത് ചെറിയ ലെൻസ് ചുരണ്ടി വെച്ചിട്ട് ആ ലെൻസിനകത്തോട് ഇങ്ങനെ നോക്കും, പുറത്ത് നിൽക്കണവരാരാണെന്നറിയാം. എന്നിട്ട് അവൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അകത്തേക്കേറ്റുള്ളൂ. അങ്ങനെയുള്ള പുരോഗമനം വന്നപ്പോൾ എന്ത് പറ്റി? ഈ സൂര്യരശ്മികൾ അകത്തേക്ക് വരാതെ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? സൂര്യനുള്ള കുഴപ്പം എന്താ? സൂര്യൻ്റെ രശ്മികൾ വന്ന് പതിക്കുന്ന സ്ഥലങ്ങളെല്ലാം അണുമുക്തമായി മാറും. പതിക്കാത്ത സ്ഥലങ്ങളൊക്കെ അണുക്കളുണ്ടാകും. അങ്ങനെ സൂര്യരശ്മി 90% അണുക്കളെയും ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നുണ്ട്. ബാക്കി പോയിട്ട് 10% അണുക്കളുമായിട്ടാണ് നമ്മുടെ യുദ്ധം. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഉദിക്കാതിരുന്നാൽ ഈ 100% കൂടി കയറി മേയും വിളയാടും. പിന്നെ ആരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. അതാണ് സൂര്യൻ്റെ പ്രത്യേകത, സൂര്യരശ്മികളുടെ പ്രത്യേകത. ആ സൂര്യരശ്മികളെ എന്ത് ചെയ്യണം? നീ നിൻ്റെ വീടിനകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ഏകനായ ആചാര്യൻ അതാണ് ആര്? ശ്രീനാരായണ ഗുരുദേവൻ. വേറെ ആരും പറഞ്ഞില്ല. അപ്പോൾ അന്തസൂര്യാംശ സംവാദ ശുദ്ധവായു സമാശ്രയ എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധമായിട്ടുള്ള വായു എവിടെ കൂടി കടന്നു വരണം? വീടിനകത്തൂടി കടന്നു വരണം. അതറിയണമെന്നുണ്ടെങ്കിൽ ഓരോ വസ്തുവിനും ഓരോ പറമ്പിനും ഒരു കാറ്റിൻ്റെ ദിശയുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വീട് വെക്കാൻ പോകുമ്പോൾ ആ കാറ്റിൻ്റെ ദിശ ആ വീടിന് എന്താണെന്ന് അറിയണം. അതനുസരിച്ച് എന്ത് ചെയ്യണം? വീട് വെക്കണം. പെരുന്തച്ഛൻ എന്താ പറയുക? ഞാൻ ഈ ഇടക്കിടക്കൊക്കെ സിനിമയുടെ കാര്യം പറയും. എന്താണെന്നറിയാമോ? നിങ്ങൾ സിനിമ കാണാൻ വേണ്ടിയാണ്. പെരുന്തച്ഛൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ശാന്തി അമ്പലത്തിലൊരു പൂജാരി വിളക്ക് കത്തിച്ച് വെക്കുന്ന രംഗത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. എത്ര വിളക്ക് കത്തിച്ച് വെച്ചിട്ടും വിളക്ക് നിൽക്കണില്ല, വിളക്ക് കെട്ടുപോകും. അപ്പോഴാണ് പെരുന്തച്ഛൻ തിലകൻ വരുന്നത്. കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കും. നോക്കി നിന്നിട്ട് എന്ത് ചെയ്യാണ്? വലിയ ഒരു കല്ല് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അതിനിപ്പുറത്തൊക്കെ ഇടിച്ച് താത്തി അങ്ങനെ എന്നിട്ട് പറയുന്നു, ഇനി തിരുമേനി കത്തിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ കത്തിക്കുമ്പോൾ ചലനമറ്റ് ആ ദീപം നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ക്ഷേത്രത്തെ പരിസരത്ത് കാറ്റിൻ്റെ ദിശ
തിരുമേനി കത്തിക്കുന്നതിന് ഇപ്പുറത്തു കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആ ദീപം നിൽക്കാതിരുന്നതെന്ന്. അപ്പോൾ ദീപം കത്തിക്കുന്ന സമയത്ത് എന്തുണ്ടാവണം? കാറ്റ് കയറി പിടിക്കരുത്. ഇത് കാറ്റിൻ്റെ ഒരു ദിശ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സാധാരണ കാറ്റ് സംഭവിക്കാൻ സാധ്യത പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടായിരിക്കും. അപ്പോൾ വീടുകൾ കിഴക്കോട്ട് ദർശനമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? പടിഞ്ഞാറ് ഇഷ്ടം പോലെ ജനലുകൾ ഉണ്ടാവണം. ആ ജനലുകളിനകത്തുകൂടി ഈ ശുദ്ധവായു കടന്നു വന്ന് കിഴക്കോട്ട് കടന്നു പോകണം. ഇനി വടക്കോട്ടാണ് ദർശനമെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് ജനൽ വെച്ചിട്ട് ഈ വീടിനകത്തുകൂടി ആര് തളം കെട്ടിപ്പോണം? കാറ്റ് നടന്നത്. അതാണ് ശുദ്ധവായു സമാശ്രയ എന്നൊരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൽ ആരെഴുതി വെച്ചത്? ഗുരുദേവൻ എഴുതി വെച്ചത്. നിസ്സാരമൊന്നുമല്ലേ? ഇതാണ് ഈ വാസ്തുവിദ്യ എന്നൊക്കെ പറയണം. അല്ലാതെ അത് ആർക്കറിയാം. അതുകൊണ്ട് അവർ പറയും ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എന്ന് പറയും. ഇനി ഒരു വാസ്തുവിദ്യക്കാരനെയും പുറകെ പോകണ്ട. കാറ്റിൻ്റെ ദിശയനുസരിച്ച് എന്ത് ചെയ്യുക? വീട് വെച്ചാൽ മതി. ഈ കൂട്ടത്തിൽ ആരെങ്കിലും വാസ്തു പഠിച്ചവരുണ്ടോ? അതുങ്ങളുടെ പുറത്തേക്ക് പോകുമ്പോൾ എന്നെ തല്ലരുത്, കുഴപ്പമാകും. ആഹാ താൻ വന്ന് ഞങ്ങളുടെ കഞ്ഞുകൂടി പൊട്ടിച്ചല്ലേ എന്ന് ചോദിക്കും. അത് ഗുരുദേവനെ പഠിച്ചാൽ മതി എന്നാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ സൂര്യാംശ സമ്പാദ ശുദ്ധവായു സമാശ്രയ. മൂന്നാമതൊരു കാര്യം പറഞ്ഞു, അശുചിദ്രവ്യ നിഷ്കാസ. വീടിൻ്റെ പരിസരത്ത് വൃത്തികെട്ട വസ്തുക്കളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഗുരുദേവനത് എഴുതുമ്പോൾ വെളിയിട വിസർജ്യം നടക്കുന്ന കേരളമായിരുന്നു. ആലോചിക്കണം. അന്ന് എല്ലാവർക്കും ഈ ലാറ്റിൻ സൗകര്യം ഹൈടെക് സംവിധാനമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും വിശാലമായ പറമ്പുകളിൽ പോയി കാര്യം സാധിക്കുന്ന ഒരു കാലത്താണ് ഇത് നടക്കുന്നത്. എനിക്ക് ജോലി വന്നപ്പോൾ ഒരു കയറ്റുമതി സ്ഥാപനത്തിൽ ജോലി തന്നപ്പോൾ ഒരാദ്യം എന്നോട് പറഞ്ഞത്, തമിഴ്നാട്ടിൽ ഒരു ഗ്രാമമുണ്ട്, വിശ്വനാഥപുരി എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ തെങ്കാശിയൊക്കെ കഴിഞ്ഞ് ശിവഗിരിക്ക് പോകുന്ന സ്ഥലത്ത് വിശ്വനാഥപുരി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ഒരു കയർ ഫാക്ടറി ഉണ്ട്. അവിടെ പോയി എന്ത് ചെയ്യണം? കുറച്ച് ദിവസം ഇൻസ്പെക്ഷൻ നടത്തണം. അതായിരുന്നു എനിക്ക് തന്ന ജോലി. ഞാൻ ഈ വിശ്വനാഥപുരിയിൽ പോവുകയാണ്. 1996 സംഭവം. അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു 60 കൊല്ലം പിറകിലുള്ള കേരളമാണ്. കൊച്ചു കൊച്ചു വീടുകളുണ്ട്. ആ വീടുകളിലെ പരിസരം മുഴുവൻ മലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നേരം വിളക്കുമ്പോൾ മുഴുവൻ ആൾക്കാർ വിസർജ്യം ഈ വീടിൻ്റെ പരിസരത്തൊക്കെ ശേഖരിപ്പിച്ച് വെക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്ത്? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാറ്റപ്പെടുന്നുണ്ട്. മാറ്റുന്നത് മുനിസിപ്പാലിറ്റി ജീവനക്കാരൊന്നുമല്ല. ആരാന്നറിയാവോ? അതിൻ്റെയൊക്കെ അപ്പുറത്ത് വലിയ വലിയ കാടുകളുണ്ട്. ആ കാട്ടിൽ നിന്ന് കരിമ്പന്നികൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇളകി വരും. ആവാലവൃദ്ധം പന്നികൾ ഇങ്ങോട്ട് വരും. വന്നൊരു 9 മണിയാകുമ്പോൾ ഈ പ്രദേശം നീറ്റാക്കി പോകും. വീണ്ടും നേരം വെളുത്ത് കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. മാലിന്യത്തിൻ്റെ കേന്ദ്രമായ ഒരു സ്ഥലം ഞാൻ അന്ന് ആദ്യമായി കാണുകയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. അത് തമിഴ്നാട്ടിലാണെങ്കിൽ 100 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു കേരളം ഉണ്ടായിരുന്നു. ആ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, വീടിൻ്റെ പരിസരം എന്തായിരിക്കണം? അശുചിദ്രവ്യങ്ങൾ പാടില്ല. എല്ലാം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ 3 ലക്ഷണം മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് വെച്ച് നീ വീടുണ്ടാക്കി പോകും. ഇതേത് ആചാര്യം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ? നമ്മൾ ഇന്ന് ഈ പരിഷ്കൃത സമൂഹത്തിൽ നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കും. ബാക്കി 2 കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുകയാണ്. ഒന്ന്, സൂര്യൻ്റെ രശ്മികളെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. ശുദ്ധവായുവിനെ നമ്മൾ ആശ്രയിക്കണം. അതല്ലാതെ നമ്മുടെ എന്ത് പറ്റുന്നു? ഒരു ഡോക്ടർ പുതിയതായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഡോക്ടർമാരെയൊക്കെ നമ്മളിപ്പോൾ 50 നമ്മളൊക്കെ മധ്യവയസ്കരാണല്ലോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിരുന്ന ഡോക്ടറാരൊക്കെയായിരുന്നു? ENT കേട്ടിട്ടുണ്ട്. കാര്യം പല്ല്, മൂക്ക് ഇതിൻ്റെയൊക്കെ നോക്കുന്ന ആൾ അല്ലേ? ചെവി. ENT നമ്മൾ കണ്ടിട്ടുണ്ട്. ഡെന്റിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരാൾ രംഗപ്രവേശം ചെയ്തു. അയാളുടെ പേരാണ് കാർഡിയോളജിസ്റ്റ്. എൻ്റെ ചെറുപ്പത്തിൽ കാർഡിയോളജിസ്റ്റ് ഇല്ലായിരുന്നു. കാര്യം എന്താ? അന്ന് ആർക്കും ഹാർട്ട് അറ്റാക്ക് ഇല്ലായിരുന്നു. കാര്യം എന്താ? അന്ന് ആരുടെയും ധമനികളിൽ കൊഴുപ്പടിയാറില്ലായിരുന്നു. എല്ലാവരും കഷ്ടപ്പെടുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എന്ത് പറ്റുന്നു? സ്വാഭാവികമായ മരണം, ഹൃദയസ്തംഭനവും എൻ്റെ കുട്ടിക്കാലത്തൊരു 15 വയസ്സ് വരെ ഞാൻ കേട്ടിട്ടില്ല. അറിയാമോ? അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ യൗവന കാലഘട്ടത്തിലാണ് ഈ പേര് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. കാർഡിയാക് അറസ്റ്റ്, കാർഡിയോളജിസ്റ്റ്. പോലീസ് അറസ്റ്റ് എന്ന് മാത്രമേ ഞാൻ ഇതിൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളൂ. ഈ കാർഡിയാക് അറസ്റ്റൊക്കെ വന്നു. അപ്പോൾ പുതിയൊരു ഡോക്ടർ വന്നു. എന്താ കാര്യം? നമ്മുടെ വ്യായാമക്കുറവും ഭക്ഷണശീലത്തിൻ്റെ വ്യത്യാസവും വന്നപ്പോഴാണ് ഈ കാർഡിയോളജിസ്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. പേര് ശ്രദ്ധിച്ചോളണം, നന്നായിട്ട് പറയണം, തെറ്റിപ്പോകരുത്. പൾമണോളജിസ്റ്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പൾമണോളജിസ്റ്റ്. എന്താണ് ഈ കക്ഷിയുടെ ജോലി എന്നറിയാമോ? ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഡോക്ടറാണ് പൾമണോളജിസ്റ്റ്. ഈ പൾമണോളജിസ്റ്റിനെ ഒരു 10-20 കൊല്ലത്തിന് മുമ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പുതിയതാണ്. എന്താ കാരണം എന്നറിയാമോ? ഗുരു പറഞ്ഞ ഈ 2 ലക്ഷണം മാറ്റിയിട്ട്
നാനാജാതി മതസ്ഥരും വീടിനകത്ത് അടച്ചുകൂട്ടി ഇരുന്നുകൊണ്ട് ഫാനിട്ട് കറക്കി അല്ലെങ്കിൽ AC പ്രവർത്തിച്ച് അതിനകത്തങ്ങ് ഇരുന്നപ്പോൾ നമ്മുടെ ഉച്ഛ്വാസവായു പുറത്തേക്ക് പോകും. നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് പുറത്തേക്ക് പോയാലും അത് വിസർജ്യമാണ്. മലവും മൂത്രവും മാത്രമല്ലത്, വിയർപ്പ് വിസർജ്യമാണ്, ഉമിനീര് വിസർജ്യമാണ്, ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഉച്ഛ്വാസവായു വിസർജ്യമാണ്. ഈ ഉച്ഛ്വാസവായു ദിനം സമയം അനുനിമിഷം നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ മുറിയുടെ അകത്ത് അടച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അത് മുഴുവനും ഉച്ഛ്വാസവായു തളം കെട്ടി അവിടെ നിറയുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ വലിച്ചെടുക്കുന്നു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അല്ലേ? ഈ സ്പോഞ്ചിനകത്തേക്ക് ഇവർ ആഗിരണം ചെയ്ത് നമ്മുടെ ശ്വാസകോശം ആകെ ദുർബലമായി ചെറിയ ചെറിയ ദ്വാരമൊക്കെ വീണ് കഴിഞ്ഞപ്പോൾ അതേക്കുറിച്ച് പഠിച്ച് മെഡിക്കൽ വിഭാഗം ഡോക്ടർമാരെ പുറത്തേക്കിറക്കി. അവൻ്റെ പേരാണെന്ത്? പൾമണോളജിസ്റ്റ്. ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്ക് കേട്ടെങ്കിൽ ഈ പൾമണോളജിസ്റ്റ് വഴിയെ കൂടി വരില്ലായിരുന്നു. ഇങ്ങനൊരു പേര്, ഈ കഷ്ടപ്പെട്ട് ഈ പേരും പറയേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ? ഗുരുവിനെ പഠിക്കാത്തതിൻ്റെ കുഴപ്പം. അപ്പോൾ വീട് കണ്ടോ, ഇതാണ് ഗുരുവിനെ നമ്മളല്ല. നമ്മളിങ്ങനെ ഗുരുദേവ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല, ഇങ്ങനെയും കൂടി പഠിക്കണം. അപ്പം വീട് ഇത്ര കൃത്യം. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അത് പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ മക്കൾക്കുള്ള വിവാഹ പൊരുത്തത്തെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഗുരു പറഞ്ഞിട്ടുണ്ട് പൊരുത്തം എന്താകുന്നു? വിദ്യാ വിത്ത വയോ രൂപ ശീലദ്വേഷാനുരൂപ്യത മിഥ അനുരാഗോ ദാമ്പത്യ സ്ഥിതവും സുദൃഢ ശൃംഖല. വിവാഹ പൊരുത്തം നോക്കുമ്പോൾ എന്ത് നോക്കണം? ഈ പൊരുത്തങ്ങൾ നോക്കുക. ഒന്നാമത്തെ പൊരുത്തം എന്താകുന്നു? വിദ്യ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എഡ്യൂക്കേഷൻ പൊരുത്തം. എന്താണ് പൊരുത്തം? M.Com വരെ പഠിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് അതിനനുരൂപമായ വിദ്യാഭ്യാസമുള്ള പയ്യനെ കൊണ്ടുവരണം. അല്ലാതെ M.Com വരെ പഠിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് 4ാം ക്ലാസ്സും ഗുസ്തിയുമുള്ള ചെറുക്കൻ്റെ തലയിൽ വെച്ചു കൊടുക്കരുത്. പൊരുത്തമില്ല എന്നർത്ഥം. അതാണ് വിദ്യ. വിത്തം എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ധനസ്ഥിതിയിൽ പൊരുത്തം. നമുക്കെന്ത് ധനമുണ്ടോ അതനുസരിച്ചൊക്കെ മതി, അപ്പുറത്തും. അല്ലാതെ എഴുതി അവൻ്റെ വീട്ടിൽ ഭയങ്കര കാശാടി, നമ്മുടെ വീട്ടിൽ സ്കൂട്ടറല്ലേ ഉള്ളൂ, അവൻ്റെ വീട്ടിൽ 2 കാറുണ്ടറി, നീ പോയി കെട്ടടി എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ പറഞ്ഞങ്ങ് തള്ളിവിടരുത്. അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴേ അവിടെ നിർത്തിക്കൊള്ളണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്ന ധനം, അതാണ് ധനസ്ഥിതിയിലെ പൊരുത്തം. കണ്ടോ? വിദ്യ, വിത്തം, വയസ്സ്. ഗുരുവിൻ്റെ അടുത്ത പൊരുത്തം വയസ്സ്. ഗുരുദേവന് എഴുതുന്ന കാലഘട്ടത്തിൽ 35 വയസ്സുള്ളവർ 15 വയസ്സുകാരെ കെട്ടുന്ന കാലമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ, ഞാൻ പലവട്ടം ഉദ്ധരിച്ച കുമാരനാശാൻ പോലും 17 വയസ്സുകാരനെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അന്ന് ആശാൻ്റെ പ്രായം 45 ഓർക്കണം. 45 വയസ്സുകാരൻ പോയതാ, ട്യൂഷൻ എടുക്കാൻ പോയതാ. ഭാനുമതിക്ക് ട്യൂഷൻ എടുത്തതാണ്. ട്യൂഷൻ എടുത്ത് വന്നപ്പോൾ എന്ത് പറ്റി? കല്യാണം കഴിച്ചു പോയി. ഗുരുവിൻ്റെ അടുക്കാത്ത ഗുരു പറഞ്ഞ് കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എങ്കിലും തൻ്റെ ശിഷ്യനടക്കമുള്ള പലരും ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടാണ് ഗുരു വയസ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. എത്രയാ വയസ്സിൻ്റെ പൊരുത്തം? ശിഷ്യന്മാർ ചോദിച്ചേ, പറഞ്ഞു കൂടി വന്നാൽ 5 or 6 വയസ്സ്, 10 വയസ്സ് വരെ ആകാം. അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും പൊരുത്തമില്ല എന്ന് കരുതുക. കണ്ടോ? അപ്പോൾ വിദ്യയായി, വിത്തമായി, വയസ്സായി. അടുത്താണ് രൂപം. രൂപം വലിയൊരു ഘടകമാണ് അല്ലേ? 2 പേരും കൂടി നടന്നു പോയാൽ മറിയപ്പള്ളിയുള്ളവർ കുറ്റം പറയരുത്. അതാണ് പൊരുത്തം. പൊക്കമുള്ളവനും പൊക്കമില്ലാത്തവരും തമ്മിലുള്ള, പൊക്കമുള്ള നല്ല പൊക്കമുള്ള ചെറുക്കനും പൊക്കമില്ലാത്ത പെണ്ണും കൂടിയാണെങ്കിൽ ആൾക്കാരെന്ത് പറയും? അയ്യോ ഇതെന്താണ് ഇങ്ങനെ എന്ന് പറയും അല്ലേ? കറുത്തവാവിൻ്റെ ഇരുട്ടത്തി ജനിച്ച് കറുത്ത് കരിമുട്ടിയായിട്ടുള്ള ചെറുക്കൻ, കുന്തത്ത് വെച്ച വിളക്ക് പോലെ ഇരിക്കണ പെണ്ണ്, 2ഉം കൂടി കല്യാണം കഴിച്ച് കുഴപ്പമൊന്നുമില്ല, അവരങ്ങ് ജീവിക്കുന്നു. അവരും മറിയപ്പള്ളി കൂടി സുന്ദരമായിട്ട് പോകുന്നു. പക്ഷേ കുഴപ്പമുണ്ടാകും. ആർക്കാണെന്നറിയാവോ? നോക്കിയിരിക്കണവർക്ക്. അവർക്ക് പ്രശ്നം ഉണ്ടാകുമല്ലേ? അവർ 2 പേരും കൂടി പോകുമ്പോൾ വെറുതെ മനസ്സുഖത്തിനൊക്കെ ചില ആൾക്കാർ തന്നെ ഒരു ദേവോട് രാത്രിയും പകലും. അപ്പോൾ ഒരുത്തനൊരു മനസ്സുഖത്തിന് വെറുതെ ഒരാളിങ്ങനെ കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞല്ല, പെണ്ണിന് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു ചോദ്യം ചോദിച്ചിരിക്കും. അവളത് കേട്ടു. അവൾ ആദ്യമൊന്നും കുഴപ്പമില്ല, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീട്ടിലിരുന്ന് അവൾ തന്നെ ആലോചിച്ചു, അല്ല എനിക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ആ രൂപത്തിലുള്ള പൊരുത്തം. ഇതൊക്കെ ഘടകങ്ങളാണെന്നേ. ഇന്ന് ഏറ്റവും അധികം SNDP ശാഖയുടെ ആൾക്കാർ മധ്യസ്ഥ വെക്കുന്നത് രഞ്ജിത്തെ ഇവിടെ ഉണ്ടാ മധ്യസ്ഥ. ഏറ്റവും കൂടുതൽ മധ്യസ്ഥയൊക്കെ വെക്കുന്നത് ഈ തമ്മിൽ അയലന്ത്ര വഴക്കിനൊന്നും അല്ല, പിന്നെ എന്തിനാ ഈ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കിനാണ്. അറിയാവോ? ചേർത്തല SNDP യൂണിയനിൽ ഞാനൊരു ദിവസം കണ്ട ഒരു പെണ്ണ് കേട്ട് ധൃതിക്ക് വന്ന് വർത്തമാനം പ്രചരിച്ചും അവസാനം കെട്ടുതാലി പൊട്ടിക്കേച്ചും ഭർത്താവിൻ്റെ നേർക്ക് വലിക്കരുത്. കിടക്കണോ തൻ്റെ പറന്നുപോയി ഈ താലി. 10ൽ 10 പൊരുത്തം നോക്കി കെട്ടിയതാ. വശകേടിന് നോക്കിയിരുന്ന ചൊവ്വാന വരെ തല്ലി ഓടി ചേച്ചി കെട്ടിയതാ.
എവിടെയെങ്കിലും ഇങ്ങനെ ആവശ്യമില്ലാത്ത വണ്ടി നോക്കിയിരിക്കുന്ന ആളാണ് ചൊവ്വ, അവനാണല്ലോ വില്ലൻ. അവനെ വരെ ഓടിച്ചിട്ട് കെട്ടിയ കെട്ടാണ് താലി അന്തരീക്ഷത്തിൽ കൂടി കറങ്ങി SNDP-യുടെ അനിയപ്പ സാറിൻ്റെ മേശപ്പുറത്ത് വന്ന് വീണു. സാറിങ്ങനെ ഞെട്ടിപ്പോയി, എൻ്റെ ദൈവമേ ഇതെന്താണ് വന്ന് കിടക്കണമെന്ന് ഓർത്ത് പോയി. ഇങ്ങനെയാണ് ഇവർ ഇപ്പം എല്ലാ ശാഖായോഗങ്ങളുടെ ഏറ്റവും ഈ മറിയപ്പള്ളി അങ്ങനെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മറിയപ്പള്ളി അങ്ങനെ പറയത്തൊക്കെ ഉണ്ടല്ലേ, കുറവാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കൂടുതലാണ്. കാര്യം എന്താ പറയുക, നിങ്ങൾ ഗുരുവായിട്ടൊക്കെ അടുത്തവരാണ്, അതുകൊണ്ട് മധ്യസ്ഥ കുറയും. ഞങ്ങൾ ചേർത്തലക്കാർക്ക് ഗുരുവായിട്ട് ഇച്ചിരി അകലമുണ്ട്, അത് കാരണം ഡെയിലി ഞങ്ങളില്ല. എന്താ കാര്യം, ഈ ഗുരുവിൻ്റെ വിവാഹപ്പൊരുത്തം ഞങ്ങൾ നോക്കിയില്ലെന്നേ. അപ്പം എന്താണ് രൂപം ഒരു ഘടകമാണ്. അപ്പം എന്തൊക്കെ നമ്മൾ നോക്കണം? വിദ്യ, വിത്തം, വയസ്സ്, രൂപം, ശീലദ്വേഷം, സ്വഭാവത്തിലുള്ള രൂപീകരണം. അതെങ്ങനെ മനസ്സിലാക്കും എൻ്റെ ദൈവമേ? കല്യാണം കഴിക്കാൻ വന്നപ്പോൾ ആ പുള്ളിയുടെ സ്വഭാവം എന്നെ ചക്കയാണ് ജോലിഞ്ഞെടുക്കാൻ, എങ്ങനെ കണ്ടുപിടിക്കും അല്ലേ? എല്ലാവരുടെയും കല്യാണമൊക്കെ ഒന്ന് ആലോചിച്ചേ. 19 വയസ്സായപ്പോൾ അല്ലേ അമ്മമാരൊക്കെ ഒന്ന് ആലോചിച്ച് എങ്ങനെയായിരുന്നു കല്യാണം? ബ്രോക്കർ ചെറുക്കനെ കൊണ്ടുവരുന്നു, അമ്മാവനുണ്ട്, അച്ഛനുണ്ട് അല്ലേ? ഉടനെ തന്നെ അമ്മ പറയുന്നു കൊണ്ടുപോയി ചായ കൊണ്ടേക്കൊണ്ടു. അപ്പോൾ ചായയെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നു, വെറുതെ ഒരു നോട്ടം, അത്രയേ ഉള്ളൂ. തിരിച്ചകത്ത് കയറും. അപ്പോൾ അമ്മ ചോദിക്കും എങ്ങനെയുണ്ട്? അച്ഛനും അമ്മാവനും പറഞ്ഞല്ലേ ഞാൻ കെട്ടിക്കോളാം. അച്ഛനും അമ്മാവനും കല്യാണം നടത്തുന്നു. കെട്ടിക്കഴിഞ്ഞാണ് ഇങ്ങേരുടെ ഗുണവതി ആരെ അറിയണത് അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യണം? ശ്രീനാരായണ ഗുരുദേവൻ 105 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ശീലദ്വേഷം അറിയണമെന്നുണ്ടെങ്കിൽ രക്ഷകർത്താക്കൾ വിവാഹത്തിനാഗ്രഹിക്കുന്ന പ്രതിശ്രുത വധുവിനെയും വരനെയും അല്പനേരം വർത്തമാനം പറയാൻ, ഏകാന്തമായി അവരെ വർത്തമാനം പറയാൻ അനുവദിക്കണം. അവർ സംസാരിക്കട്ടെ എന്നാണ് ആര് പറഞ്ഞത്? ഗുരുദേവൻ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചായിരുന്നോ ഇത്രയും മുമ്പിലിരിക്കണ മധ്യവയസ്കർ കല്യാണം കഴിച്ചപ്പോൾ? ഭർത്താവുമായിട്ട് കല്യാണത്തിന് മുമ്പ് സംസാരിച്ചായിരുന്നോ? ചിലരൊക്കെ സംസാരിച്ചു കാണും, ചിലരൊക്കെ ഇപ്പോൾ ഇരുന്നുണ്ട് നിരാശ. എൻ്റെ പൊന്ന് സാറേ പറ്റിയില്ല, മനസ്സിൽ വെച്ചാൽ മതി, ഇനി ഒരു നിരാശയും വേണ്ട, വന്നത് വന്നു അല്ലേ? വന്നത് വന്നു, നാളെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യണം. ഇത്രയും പൊരുത്തം പറഞ്ഞിട്ട് അവസാനം ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, മിഥ അനുരാഗോ. എങ്ങനെ എഴുതാൻ സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാര്യം ഇത്രയുമൊക്കെ ഉണ്ടെങ്കിലും വിവാഹപൊരുത്തത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാരണം അനുരാഗമാണ്. എന്താണ് അനുരാഗം? സ്വന്തം ഇണയെ പ്രേമിക്കുവാനും പ്രണയിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള മനുഷ്യ മനസ്സിൻ്റെ മനോഹരമായ ഒരവസ്ഥയാണിത് അനുരാഗം. ഇതെല്ലാ ഭാര്യാഭർത്താക്കന്മാർക്കും ഉണ്ടാവണം. അപ്പം ഇത്രയും പൊരുത്തം. എന്നിട്ട് ഗുരു പറയുക, വിദ്യ, വിത്തം, വയസ്സ്, രൂപം, ശീലദ്വേഷാരൂപ്യത, മിഥ അനുരാഗോ. ഇത്രയും പൂർത്തിയാക്കിയിട്ട് നടക്കുന്ന ദാമ്പത്യം, ഞാനീ പറയുന്നതാണ്, എല്ലാം ഉറപ്പാക്കി വെച്ചിട്ടുള്ള ദാമ്പത്യമാണെങ്കിൽ ഞാനിതാ പ്രഖ്യാപിക്കുന്നു അവസാനത്തെ വരി, സുദൃഢ ശൃംഖല. ഇത് ചങ്ങലയാണ്, പൊട്ടാൻ സാധ്യതയുള്ള ചങ്ങലയാണ്. പക്ഷെ ഈ പൊരുത്തമാണെങ്കിൽ പൊട്ടിച്ചെറിയേണ്ട. കാരണം എന്താണത്? സുദൃഢ ശൃംഖല. ഒരു കാരണവശാലും പൊട്ടാൻ പറ്റാത്ത ചങ്ങലയായിരിക്കും ആ ദാമ്പത്യം. കേട്ടോ, ഈ ഗുരുവിൻ്റെ പൊരുത്തത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം, നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ആ എഡ്യൂക്കേഷൻ മുതലായ അവസാനം വരെയുള്ള രംഗം നമ്മുടെ മക്കൾക്ക് പൊരുത്തപ്പെടുത്തി കൊടുക്കണം, പ്രതിശ്രുത വധു അല്ലെങ്കിൽ വരനുമായി. ഇവിടെയാണ് നമ്മൾ ഗുരുവിനെ പഠിക്കുന്നത്. കണ്ടോ, ശ്രീനാരായണ ഗുരുദേവൻ്റെ യശോനിർവാണ ദിനമായ ഈ പുണ്യദിനത്തിൽ നിങ്ങളുടെ മുമ്പാകെ വന്ന് ഇനിയും എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു പോവാം, പക്ഷേ കൂരോപ്പടയിൽ ചെല്ലണം. അത് കഴിച്ചിട്ട് പിന്നെ ചേർത്തലിൽ പോകണം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇത് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. രണ്ടാമതൊരിക്കൽ കൂടി ഇവിടേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഭയപ്പാടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട അന്നത്തെ പലതും ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്, മനഃപൂർവ്വമാണ്. കാരണം മറ്റൊന്നല്ല, അത് കേട്ടവരുണ്ടാവും. അപ്പോൾ വിചാരിക്കും ഇയാൾക്ക് ഇത് തന്നെയാണ് പരിപാടി, ഈ പുട്ടുകുറ്റി അങ്ങോട്ടാക്കും പോലെ ഒരേ സമയം ഒരേ പുട്ടിൻ്റെ ഒരേ ആകൃതിയാണ് എന്തൊക്കെ വെച്ചാലും അത് പാടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് മാറ്റി പറഞ്ഞത്. ഇനി അതല്ല, ഇതെല്ലാം കൂടി അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ വരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ നിർപ്പിതമായ കർത്തവ്യം ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്. എന്നെ ഇതിനായിട്ട് ക്ഷണിച്ച പ്രിയപ്പെട്ട സൈഞ്ചു, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത്, ഇതിൻ്റെ മുഴുവൻ ഭരണസമിതി അംഗങ്ങൾ, പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ. 98ാമത് സമാധി ദിനത്തോടനുബന്ധിച്ച് ഇവിടെ എത്തി ഒരു നല്ല പ്രഭാഷണം നടത്തിയ മനോജ് മോഹൻകൾ ചേർത്തല സാറിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരുപാട് നല്ല ജീവിത കഥകളിലേക്ക് കിടക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി 2, 3, 4 കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അതുദ്ദേശിച്ച് നമ്മളെ ഇനി എങ്കിലും നമ്മൾ പ്രായോഗികമാണെങ്കിലും അല്ലെങ്കിൽ ബന്ധങ്ങൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും മാഗിൽ സാർ പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലെ സംസാരിക്കാനുള്ള വേദികളൊക്കെ കിട്ടുമ്പോൾ അതുപോലൊക്കെ ചെയ്യാം. നമ്മുടെയൊക്കെ ആ ഒരു ഏജൊക്കെ കഴിച്ച് നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് മനോജ് സാർ ഇവിടെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടന്ന് ഇത്ര നേരം ഒരു 1.5 മണിക്കൂറോളം നീണ്ട ഒരു നല്ല പ്രഭാഷണം കാഴ്ചവെച്ച മനോജ് മോഹൻ ചേർത്തല സാറിന് ശാഖയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇവിടെ കൂടി എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കും.